എല്ലാവർക്കും നമസ്കാരം. ഐപ്ലസിന്റെ ഈ പ്രധാനപ്പെട്ട വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും. അതോടൊപ്പം തന്നെ ഐപ്ലസിന്റെ ഭാഗത്തുനിന്ന് നിൻസാർ ഉണ്ട്, അതോടൊപ്പം നമ്മുടെ ചന്ദ്രമോഹൻ സാർ ഉണ്ട്. അപ്പൊ എല്ലാവരെയും, നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ് എല്ലാവരെയും ഈ പ്രധാനപ്പെട്ട ഈ വെബിനാറിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ നമ്മുടെ വെബിനാറിന്റെ ഒരു അജണ്ട നമുക്ക് ആദ്യം ഒന്ന് ഫിക്സ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. നമ്മളെ സംബന്ധിച്ചോളം എൻ വി ടി കൊമേഴ്സ് സീനിയറുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റാണ് നിലവിൽ നമ്മൾ സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ എൻ വി ടി ആയിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ഉണ്ട്, ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയും, GFC, ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ്. അപ്പൊ ഈ രണ്ട് കാറ്റഗറിയുടെ പോസ്റ്റ് ഒരേ രീതിയിലാണ് അവസാനിക്കുന്നത്. അതായത് രണ്ട് പോസ്റ്റിന്റെയും ഓപ്പർച്യൂണിറ്റി നമുക്ക് നിൽക്കുന്നത് ഒരേ സമയത്താണ്. അപ്പൊ ആ രണ്ട് ഓപ്പർച്യൂണിറ്റിയെ പറ്റി, ഈ രണ്ട് പോസ്റ്റിനെ പറ്റിയും കൃത്യമായിട്ട് നമ്മൾ ഇവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ രണ്ടും കൊമേഴ്സുകാരെ സംബന്ധിച്ചോളം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. നമുക്കറിയാം NVT കൊമേഴ്സ് സീനിയർ ഉണ്ട്, നമുക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ NVT GFC എന്ന് പറയുന്ന പോസ്റ്റ്, ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ്, ഈ പോസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് രണ്ടിന്റെയും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്നതും അതോടൊപ്പം തന്നെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതും ഏറെക്കുറെ ഒരുപോലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് എക്സാമിനെയും സംബന്ധിച്ചിടത്തോളം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫോമിലാണ് നമ്മുടെ വെബിനാർ പോകുന്നത്. കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളെയും കൃത്യമായിട്ട് ഡീറ്റെയിൽ ചെയ്ത് പോകുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ചന്ദ്രമോഹൻ സാറിന്റെ അടക്കമുള്ള ഒരു സ്പെഷ്യൽ ഒരു എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പ്രത്യേകിച്ച് ഫസ്റ്റ് പേപ്പറിന്റെ ഭാഗത്തു നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം കൃത്യമായിട്ട് നിങ്ങൾ ഈ വെബിനാറിന്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് വെബിനാറിലേക്ക് കടക്കാം. ഇവിടെ നമുക്ക് ഏതൊരു എക്സാമും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ പ്രീവിയസ് എക്സാമിന്റെ ഡീറ്റെയിൽസും അതുമായിട്ട് ബന്ധപ്പെട്ട എത്ര ഇൻഫറൻസുകൾ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, കഴിഞ്ഞുപോയ പരീക്ഷയിൽ നിന്നുള്ള എന്തെല്ലാം വിലയിരുത്തലുകൾ നമുക്ക് നടത്താൻ പറ്റുന്നുണ്ടോ, അതിനടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഏറെക്കുറെ അതിന്റെ സിലബസ് ആയിക്കോട്ടെ മറ്റ് നോട്ടിഫിക്കേഷന്റെ എല്ലാ ഡീറ്റെയിൽസും ഏറെക്കുറെ സാമ്യതകൾ തന്നെയാണ് കഴിഞ്ഞ എക്സാമുമായിട്ട് നമ്മൾക്ക് ബന്ധപ്പെടുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ NVT കൊമേഴ്സ് സീനിയർ കഴിഞ്ഞ തവണ വിളിച്ച കാറ്റഗറി നമ്പർ 399/2022 ആയിരുന്നു. യെസ്, ഓക്കെ. ഇതിന്റെ പേ സ്കെയിലൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല. നമ്മളെ സംബന്ധിച്ചാലും അടിസ്ഥാനമായിട്ട് വേണ്ടത് ജോലിയാണ്. അപ്പൊ പേ സ്കെയിലൊക്കെ അവിടെ നിന്നോട്ടെ. നമുക്ക് നോക്കേണ്ടത് ഗസറ്റ് ഡേറ്റ് ആണ്, അല്ലെ? 1/10/2022 ഇതിന്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. യെസ്, ഇതിന്റെ റിക്വയർമെന്റ് നമുക്കറിയാം. സാധാരണഗതിയിൽ എന്താണോ ഒരു അടിസ്ഥാനപരമായിട്ട് HSST അല്ലെങ്കിൽ NVTയുടെ ക്വാളിഫിക്കേഷനെ പറ്റി നമുക്ക് കൃത്യമായിട്ട് അറിയാം. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കൺസേൺ സബ്ജക്ട്, ഇവിടെ കൊമേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് MCOM കൃത്യമായിട്ട് വേണം. 50% ആണ് മാർക്ക് വെച്ചിരിക്കുന്നത്. SC/ST ഡിഫറൻറ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് അതനുസരിച്ചിട്ടുള്ള റിലാക്സേഷൻ പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, B.Ed റെഗുലർ കോഴ്സിലൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അത് അങ്ങനെ പറയാനുള്ള കൃത്യമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് ഇവിടെ PSC ചോദിക്കുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ആ കോഴ്സ് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റിന്റെ അകത്ത് നിങ്ങളുടെ ആ സർട്ടിഫിക്കറ്റിൽ കൃത്യമായിട്ട് നിങ്ങൾ റെഗുലർ കോഴ്സിലോട്ട്, ഇപ്പൊ 2 വർഷമാണ് നമ്മുടെ റെഗുലർ കോഴ്സിന്റെ പീരീഡ്, ആ 2 വർഷവും നിങ്ങൾ റെഗുലർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ അവിടെ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് കേരളത്തിന്റെ വെളിയിലൊക്കെ B.Ed ചെയ്തവരെ സംബന്ധിച്ചോളം അവര് ഈക്വലൻസി സർട്ടിഫിക്കറ്റിനോടൊപ്പം തന്നെ ഈ കോഴ്സ് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റും കൂടെ മേടിച്ചു വെക്കണം. അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ടൈമിൽ ഒക്കെ PSC കൃത്യമായിട്ട് പിടിക്കുന്ന കാര്യങ്ങളാണ്. ഒരുപാട് കുട്ടികൾക്ക് അതിൻ്റെ അകത്തൊക്കെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ HSSTയിലൊക്കെ. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോഴേ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. അതോടൊപ്പം തന്നെ ഇപ്പൊ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ കാര്യത്തിലാണെങ്കിലും MCOM ഒക്കെ കേരളത്തിന്റെ പുറത്ത് ചെയ്ത ആളുകളെ സംബന്ധിച്ചോളം അവരുടെ ഈക്വലൻസി ഒക്കെ നിങ്ങൾ ഇപ്പോഴേ കൃത്യമാക്കിക്കൊണ്ട് പോകുന്നത് ബെറ്റർ ആയിരിക്കും. പിന്നെ നമുക്കറിയാം സെറ്റ് ഇവിടെ കൃത്യമായിട്ട് പരാമർശിക്കുന്നുണ്ട്. അതായത് കേരളത്തിലുള്ള അടിസ്ഥാനപരമായിട്ട് ഒരു ഹയർ സെക്കൻഡറി ടീച്ചറിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി ആണ് ഇവിടെ പറയുന്നത്. അത് കൃത്യമായി നമുക്ക് ധാരണ ഉള്ള വിഷയങ്ങളാണ്, അല്ലെ? നമ്മൾ ഇനി വെയിറ്റേജ് മാർക്കിന്റെ കാര്യം കൃത്യമായി മനസ്സിലാക്കണം. ഇപ്പം പലരെ സംബന്ധിച്ചോളം നമുക്ക് പേപ്പർ വെയിറ്റേജ് ഉണ്ട്, അല്ലെ? നമുക്ക് സ്കോപ്പസ് ഇൻഡെക്സ്ഡ് ആയിട്ടുള്ള ജേണലിലോ അല്ലെങ്കിൽ സയൻസ് ഡയറക്ടറിലൊക്കെ അല്ലെങ്കിൽ നല്ല ജേണലിലോ പിയർ റിവ്യൂഡ് ജേണലിലൊക്കെ പബ്ലിക്കേഷൻ ഉള്ളവരുണ്ടാവും. കോൺഫറൻസിൽ പബ്ലിക്കേഷൻ ചെയ്തിട്ടുള്ളവരുണ്ടാവും. ഇന്റർനാഷണൽ സെമിനാറിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളവരുണ്ടാവും. അങ്ങനെ പല ക്വാളിഫിക്കേഷൻസും പല ആഡോണും ഉള്ളവരുണ്ടാവും, അല്ലെ? ഡ്യുവൽ PG ഒക്കെ ഉണ്ടവരാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം PSCയിൽ ആകെ കൂടിയുള്ള പ്രിഫറൻസ് എന്ന് പറയുന്നത്, വെയിറ്റേജ് എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. MPhil 2 മാർക്ക്,
PhD 4 മാർക്ക്, എംഫിൽ PhD ഉള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ മാക്സിമം 5 മാർക്ക് കിട്ടുള്ളൂ. PDF അഥവാ പോസ്റ്റ് ഡോക്ടർ ഫെലോ ആണെങ്കിൽ 2 മാർക്ക് ഇവിടെ കിട്ടും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇപ്പൊ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് 2-3 വർഷം ഗവൺമെന്റ് സെക്ടറിലോ എയ്ഡഡ് സെക്ടറിലോ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ പ്രത്യേകിച്ച് വെയിറ്റേജ് ഒന്നും തന്നെ നിങ്ങൾക്ക് അവിടെ ഇല്ല. ആകെ കൂടെ വെയിറ്റേജ് എന്ന് പറയുന്നത് ഈ പറയുന്ന തലത്തിൽ മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഇപ്പം ഒരു കഴിഞ്ഞ തവണ ഒരു കാൻഡിഡേറ്റോട് ചോദിച്ചത്, അപ്പൊ ഞാൻ കാൻഡിഡേറ്റ് MRS-ലാണ് വർക്ക് ചെയ്തത്, മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ MRS. അപ്പൊ MRS-ന്റെ ഒരു എന്താണ് സാമൂഹ്യപരമായിട്ടുള്ളൊരു പശ്ചാത്തലം നമുക്കറിയാം. അപ്പൊ MRS-ലൊക്കെ വർക്ക് ചെയ്ത ഒരാളെ സംബന്ധിച്ചോളം അവിടെ 2-3 വർഷം ആ കുട്ടിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്റർവ്യൂവിന് നമുക്ക് കൃത്യമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അപ്പുറത്തേക്ക് എന്താണ് ഒരു ഇടപെടൽ ഇന്റർവ്യൂവിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. കുറച്ചും കൂടെ നമുക്ക് ഇന്റർവ്യൂവിന് നമ്മളെ ഒന്ന് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് വെയിറ്റേജ് അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ അവിടെ ഇല്ല. ഓക്കെ, നമ്മൾ PG-യുടെ മാർക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെയിറ്റേജ് മാർക്ക് എന്ന് പറയുന്നത് എംഫിൽ, PhD, PDF, പോസ്റ്റ് ഡോക്ടർ ഫെലോ, ഈ 3 കാര്യങ്ങൾക്കാണ് പ്രത്യേകിച്ച് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, യെസ്, അതാണ് അവിടെ പറയാനുള്ളത്. പിന്നെ ഇതിന്റെ ടൈം ലൈൻ ആണ് ഇത്. ഈ പാറ്റേൺ നമ്മൾ പറയുന്നത് ഇതിന്റെ റെപ്ലിക്കേഷൻ ആയിരിക്കും വരാൻ പോകുന്ന എക്സാമിന്റെ ഒരു പാറ്റേൺ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു മെത്തേഡിൽ വേണം പോകാൻ. നിങ്ങൾ മനസ്സിലാക്കണം, നോട്ടിഫിക്കേഷൻ 2022 വരുന്നു, 2023 അതിന്റെ OMR എക്സാം വരുന്നു, ഇന്റർവ്യൂ ഒക്കെ 2024 തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു, റാങ്ക് ലിസ്റ്റ് 2024 അല്ലെ 22/10/2024 പബ്ലിഷ് ചെയ്യും. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ കാലാവധി 3 വർഷമാണല്ലോ അല്ലെ. അപ്പൊ 2027 ഈ റാങ്ക് ലിസ്റ്റ് അവസാനിക്കും. നിങ്ങൾ ഇപ്പോഴത്തെ PSC-യുടെ സാഹചര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. PSC ഒരു റാങ്ക് ലിസ്റ്റ് തീരുന്നിട്ടല്ല ഇപ്പോൾ അടുത്ത നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത്. PSC റാങ്ക് ലിസ്റ്റ് തീരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ എന്ത് ചെയ്യും, അടുത്ത നോട്ടിഫിക്കേഷൻ ആ പോസ്റ്റിലൂടെ വിളിക്കും. ഇപ്പൊ അങ്ങനെയാണ് പോകുന്നത്. ഇപ്പൊ 2027 തീരുന്ന ഈ റാങ്ക് ലിസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പൊ 2026-7-2026 നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും വലിയ താമസം ഇല്ലാണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ആര് മനസ്സിലാക്കണം? ഈ ഓപ്പർച്യൂണിറ്റി ആര് മനസ്സിലാക്കണം? ഉദ്യോഗാർത്ഥി എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ PSC ഒരു കലണ്ടർ, ആനുവൽ കലണ്ടർ പബ്ലിഷ് ചെയ്യുമ്പോഴോ, PSC ഒരു നോട്ടിഫിക്കേഷൻ ഔദ്യോഗികമായിട്ട് ഇറക്കുമ്പോഴോ, PSC ഒരു കൺഫർമേഷൻ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു പരീക്ഷ ഉള്ളത് എന്നുള്ളൊരു ബോധ്യമല്ല ഉണ്ടാകേണ്ടത്. ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതിന് 1 വർഷം മുമ്പ് തൊട്ട് നമ്മൾ അതിന്റെ കൃത്യമായിട്ടുള്ള ഘട്ടമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാമുകളിൽ കൃത്യമായിട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളും ഞാനും അടക്കം സമകാലിക സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ശരിയാണല്ലോ. പ്രത്യേകിച്ച് അധ്യാപക മേഖലയിൽ നമ്മൾ ഇടപെടുന്ന അല്ലെങ്കിൽ അധ്യാപക മേഖലയിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തൊഴിൽ സാധ്യത തന്നെയാണ് അല്ലെ. എത്ര നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്ത് പറഞ്ഞാലും, എത്ര നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും, നമുക്കൊരു റാങ്ക് ലിസ്റ്റിന്റെ അകത്ത് എലിജിബിൾ പൊസിഷൻ വേണം അല്ലെ. ഒരു ടോപ്പ് 10ന്റെ അകത്ത് വന്നാൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, നമുക്ക് ഈ പറയുന്ന പൊസിഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഏത് HSST കാൻഡിഡേറ്റിനും നിങ്ങൾ പരിശോധിച്ച് നോക്കിയോ, ആദ്യത്തെ 10-15 പേരോട് റാങ്ക് ലിസ്റ്റിൽ വന്ന ആളുകളോട് ചോദിച്ചോക്കോ, അവരുടെ എല്ലാം ഏറ്റവും വലിയ സക്സസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നേരത്തെ തുടങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് I+ ഈ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ നേരത്തെ എത്രയും പെട്ടെന്ന് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കൊടുക്കാൻ പറ്റുന്നോ, ക്ലാസ് അടക്കമുള്ള കാര്യങ്ങൾ, റിവിഷൻ അടക്കമുള്ള കാര്യങ്ങൾ, എന്തെല്ലാം ക്രമീകരണങ്ങൾ ചെയ്യാൻ പറ്റുന്നോ ആ ക്രമീകരണങ്ങളെല്ലാം നേരത്തെ തന്നെ തുടങ്ങണം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം ഇതാണ്. മനസ്സിലാവണം. അതിബുദ്ധിയോമാർക്കോ വലിയ ബുദ്ധിയോമാർക്കോ ഒന്നും അല്ല ഇവിടെ കൃത്യമായിട്ട് മുന്നോട്ട് വരുന്നത്. കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ, ഒരു സ്ട്രാറ്റജി ഉള്ളവർക്കാണ് കൃത്യമായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മുന്നേ തുടങ്ങുക എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ ടൈം ലൈൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, യെസ്, കൃത്യമായിട്ട് നമ്മൾ ഇതിന്റെ ഒരു സ്റ്റാറ്റിക്സ് മനസ്സിലാക്കണം. എക്സാമിന് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് കറണ്ട് അല്ലെങ്കിൽ നിലവിലുള്ള ഈ കോമ്പറ്റീഷൻ ലെവൽ എന്താണ്. അപ്പൊ ഏറ്റവും നല്ലത് അതിന്റെ നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. കാരണം ഒരിക്കലും നമ്പർ തെറ്റ് പറയുകയില്ലോ അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പരീക്ഷയ്ക്ക്, ഇതേ പോസ്റ്റിലുള്ള പരീക്ഷയ്ക്ക് 4087 പേരാണ് അവർ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാനദണ്ഡത്തിൽ ഈ പറഞ്ഞ സെറ്റും ഈ പറഞ്ഞ എൻകോമിന് 50% മാർക്കും B.Ed ഉള്ള 4087 പേര് റിസീവ് ചെയ്തിട്ടുണ്ട്, ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അഡ്മിറ്റ് അല്ലെ. അതിനകത്ത് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് എത്ര പേര്? 3490 പേര് അല്ലെ. യെസ്. പിന്നെ OMR എക്സാം എഴുതി എത്ര പേരാണ് നിങ്ങളൊന്ന് ആലോചിച്ചത്? 2875 പേര്. ഓക്കെ, ഈ 2875 പേര് പരീക്ഷ എഴുതിയതിന്റെ അകത്ത് എത്ര പേരുടെ മെയിൻ ലിസ്റ്റ് വന്നെന്ന് അറിയാമോ? 27 പേരുടെ മെയിൻ ലിസ്റ്റ് ആണ് വന്നത്. ഇതാണ് ഇതിന്റെ ഒരു സാധ്യത. നിങ്ങൾ ആലോചിച്ച് നോക്കുക.
2875 പേര് വന്നതിന് അത് സപ്ലൈ ലിസ്റ്റ് ഉണ്ട് കേട്ടോ. സപ്ലൈ ലിസ്റ്റ് എല്ലാം കൂടെ അടക്കം എനിക്ക് തോന്നുന്നു 101 പേരുടെ ലിസ്റ്റ് ആയിരുന്നു. അതിനകത്ത് 27 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നത്. നമുക്ക് ഈ സപ്ലിമെന്ററി ലിസ്റ്റിനെ പറ്റി ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം വേക്കൻസികൾ കുറവാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ 27 പേരുടെ മെയിൻ ലിസ്റ്റിലാണ് ഈ കണ്ട കാര്യങ്ങളെല്ലാം നടന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്രയും, അതായത് എംകോം കഴിഞ്ഞു, BEd കഴിഞ്ഞു, സെറ്റ് എക്സാം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ ഈ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. അതില് വളരെ സീരിയസ് ആയിട്ട് പഠിച്ച എത്ര കുട്ടികൾ കാണും? നമ്മൾ ഈ മൊത്തം ലിസ്റ്റുകളുടെ എണ്ണം, സപ്ലിയും ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ അടക്കം മൊത്തം നോക്കി കഴിഞ്ഞാൽ 101 പേരാണ് അല്ലെ. അതായത് അറൌണ്ട് ഒരു 100 പേരൊക്കെ അടിസ്ഥാനപരമായിട്ട് ഈ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലാക്കേണ്ടത് അല്ലെ. ഒരു പരീക്ഷയുടെ മാനദണ്ഡം എന്താണ്? കൃത്യമായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യണം, കൃത്യമായിട്ട് റിവിഷൻ എടുക്കണം അല്ലെ, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം അല്ലെ, പരമാവധി PYQകൾ നമ്മൾ അറ്റൻഡ് ചെയ്ത് പോകണം അല്ലെ. യെസ്, ഇത്രയുമാണ് അതിന്റെ സാധ്യത. ഈ സാധ്യത എല്ലാം കൂടെ വരുമ്പോൾ കൃത്യമായിട്ട് ആ കാൻഡിഡേറ്റ് എന്തുണ്ടാവും? കോൺഫിഡൻസ്, ആത്മവിശ്വാസം ഉണ്ടാവും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടി പരീക്ഷയ്ക്ക് പോകുന്നതും പരീക്ഷയ്ക്ക് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്താൻ സാധിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ആകെ കൂടെ ഇതിന്റെ ഒരു ഈ പറഞ്ഞ ട്രാക്കിൽ പോയ ഒരു കുട്ടികളുടെ ഏകദേശം ഒരു എണ്ണം എന്ന് പറയുന്നത് 100. അതിൽ ഞാൻ ഈ പറയുന്ന എല്ലാ പ്ലാനും കൃത്യമായിട്ട് റിവിഷൻ എടുത്തു, കൃത്യമായിട്ട് PYQ പോയി, മോക്ക് ടെസ്റ്റുകൾ പോയി, ആ ധാരണയിൽ പോയ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം ഒരു 100 താഴെയാണ്. മനസ്സിലാണ്ടോ? കൃത്യം ഇടപെടൽ നടത്തിയ കുട്ടികളാണ് 27 വന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത്രയുമാണ് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന കുട്ടികളുടെ എണ്ണം. മനസ്സിലാണ്ടോ? നിങ്ങളിപ്പോ ഈ വെബിനാർ കാണുന്ന ആളുകളുടെ എണ്ണം ഒന്ന് ആലോചിച്ച് നോക്കുക അല്ലെ. അതിനോട് ഏകദേശം ടാലിയാണ് എന്ത് ഈ പറയുന്ന മെയിൻ ലിസ്റ്റിന്റെ എണ്ണം. അതായത് സീരിയസ് ആയിട്ട് കാണുന്ന കുട്ടികൾക്ക് മാത്രമേ എക്സാമിന് മുന്നോട്ട് വരാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അവിടുത്തെ കാര്യം. ഓക്കെ, അങ്ങനെ യെസ് അല്ല, നമ്മൾ അതിലേക്ക് വരാം കേട്ടോ. നിങ്ങൾ ഒറ്റയടിക്ക് എല്ലാം കൂടെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞിട്ട് അവസാനം വരാം കേട്ടോ. യെസ്, ഹൗ മെനി വേക്കൻസി എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരാതെ നോട്ടിഫിക്കേഷൻ ആണല്ലോ നമുക്ക് വേക്കൻസി ഉള്ളത്. മനസ്സിലാവും? നമ്മളിത് നേരത്തെ ഉള്ള പരീക്ഷയുടെ അനാലിസിസ് ആണ് നമ്മൾ എടുത്തു പോകുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? ഞാൻ പറയുന്ന വിഷയങ്ങളൊക്കെ ആണല്ലോ. യെസ്, ഓക്കെ അല്ലെ. ഹൗ മെനി വേക്കൻസി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ പോലും പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത് കേട്ടോ. വേക്കൻസി ഒക്കെ വരണമെങ്കിൽ നോട്ടിഫിക്കേഷൻ പറയണം. ഓക്കെ, കൃത്യമായിട്ട് നമുക്കിവിടെ പറയാൻ പറ്റുള്ളൂ. യെസ്, അപ്പൊ ഇവിടെ ടോട്ടൽ അഡ്വൈസ് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ 27 പേരുടെ മെയിൻ ലിസ്റ്റിൽ എത്ര പേർക്കാണ് നിലവിൽ അഡ്വൈസ് പോയേക്കുന്നത്? 8 പേർക്കാണ് നിലവിൽ അഡ്വൈസ് പോയേക്കുന്നത്. ഓക്കെ, അതായത് ലാസ്റ്റ് അഡ്വൈസ് പോയേക്കുന്നത് 7/12/2024 ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് കിട്ടുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 39 മാർക്കാണ് ഇവിടെ കട്ട് ഓഫ് ആയിട്ട് നിൽക്കുന്നത്. 39 മാർക്കാണ്. നിങ്ങൾ ഓർക്കണം, ഏത് പരീക്ഷയിലാണ്? കഴിഞ്ഞ NVT കൊമേഴ്സ് പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കാണ് 30 മാർക്ക്. ആ 30 മാർക്കിനെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. കാരണം എന്തുകൊണ്ടാ? ഇപ്പോൾ ഈ കഴിഞ്ഞ HSST ജൂനിയർ കൊമേഴ്സ് പരീക്ഷ നടന്നു അല്ലെ. അതിന്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാ? അതിന്റെ കട്ട് ഓഫ് മാർക്ക് 52.33 അല്ലെ. നിങ്ങൾ പലരും ആ പരീക്ഷ എഴുതി കാണും. കഴിഞ്ഞ NVT സീനിയർ കൊമേഴ്സ് നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്ത പരീക്ഷയുടെ കട്ട് ഓഫ് എത്രയാ? 39. എന്തുകൊണ്ടാ കട്ട് ഓഫ് കൂടിയേ? കട്ട് ഓഫ് കൂടിയതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ എക്സാം നോട്ടിഫിക്കേഷൻ വന്നു, കൺഫർമേഷൻ വന്നു, എക്സാം നടക്കാൻ ഇടയായിട്ടുള്ള ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ഡ്യൂറേഷൻ ആയിരുന്നു. നിങ്ങൾ പലരും എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കൺവേ ആയിട്ട് കൃത്യമായിട്ട് മനസ്സിലാവും അല്ലെ. ഒരു വലിയ ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് കൃത്യമായിട്ട് പഠിക്കാനൊക്കെ ഒരുപാട് സമയം ഉണ്ടായിരുന്നു. അതായത് മജോറിറ്റി കുട്ടികളും എക്സാമിന് നന്നായിട്ട് ഇടപെട്ട മെയിൻ ലിസ്റ്റിലൊക്കെ വന്ന കുട്ടികളെല്ലാം തന്നെ നേരത്തെ പഠിച്ചു തുടങ്ങിയായിരുന്നു. നേരത്തെ തന്നെ കോച്ചിങ് എടുത്ത് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ എക്സാമിന് എഴുതിയത് കൊണ്ട് മാത്രമാണ് ഈ കട്ട് ഓഫ് മാർക്ക് ഇത്രയും കയറിയത്. ഓക്കെ, അപ്പൊ ആ കോൺഫിഡൻസ് ലെവലും നമുക്ക് ഈ കട്ട് ഓഫ് മാർക്ക് കൂടിയതിന്റെ കാര്യത്തിൽ കാണാൻ സാധിക്കും. മനസ്സിലാണ്? എക്സാം കമ്പാരിറ്റീവ്ലി അത്ര ഈസി എക്സാം ഒന്നും അല്ലായിരുന്നു. ഓക്കെ, എക്സാം അത്ര ഈസി എക്സാം ഒന്നും അല്ലായിരുന്നു. വലിയ ഹാർഡാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഒരു മോഡറേറ്റ് ലെവൽ അതിന്റെ സ്റ്റാൻഡേർഡിൽ നിന്നുകൊണ്ടുള്ള HSST പരീക്ഷയാണ് ഈ കഴിഞ്ഞ് നടന്നത്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ആ കട്ട് ഓഫ് എന്നിട്ടും ഈ കട്ട് ഓഫിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് കുട്ടികൾ കോമ്പറ്റീറ്റീവ് ആയിട്ട് എഴുതുന്ന കുട്ടികളുടെ എണ്ണം കൂടി എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പറയാൻ മനസ്സിലായോ? നേരത്തെക്കാളും എക്സാമുകൾക്ക് HSST പരീക്ഷകൾക്ക് എന്താണ് കോമ്പറ്റീറ്റീവ് ആയിട്ട് പഠിച്ചു വരുന്ന കുട്ടികളുടെ എണ്ണം കൂടി എന്നുള്ളതാണ് ആ കട്ട് ഓഫ് മാർക്ക് ഉയരാനുണ്ടായ സാഹചര്യം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ പഠനം ഏത് നിലവാരത്തിൽ വേണമെന്ന് നമ്മൾ ഇപ്പോഴേ ചിന്തിച്ച് വേണം മുന്നോട്ട് പോകാൻ. അപ്പൊ 52 ഇപ്പൊ നിലവിൽ നിൽക്കുന്ന HSSTയുടെ കട്ട് ഓഫ് എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഒരു 60ലേക്ക് മേ ബി ഈ കട്ട് ഓഫ് വരാം. അപ്പൊ എന്റെ പഠനം, എന്റെ രീതികൾ,
നമുക്കറിയാം, നമ്മൾ സോട്ട് അനാലിസിസ് പഠിക്കാറുണ്ട് അല്ലെ, ടോസ് അനാലിസിസ് പഠിക്കാറുണ്ട്, അങ്ങനെ പല അനാലിസിസ് പഠിക്കാറുണ്ട് അല്ലെ. നമ്മുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെഡ് ഒക്കെ നമുക്ക് മാത്രമേ അറിയുള്ളൂ, വേറൊരാൾക്കും അറിയില്ല അല്ലെ. സ്വാഭാവികമായിട്ട് പഠനം എത്രമാത്രം നമുക്ക് നേരത്തെ തുടങ്ങാവോ അത്രമാത്രം നമ്മുടെ വീക്ക്നെസ്സുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോളിഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് അവിടെ പറയേണ്ടത് കേട്ടോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ന് ഇപ്പൊ 52 ആണെങ്കിൽ കോമ്പറ്റീറ്റീവ് ലെവൽ കൂടി വരാനുള്ള സാധ്യതയാണ് വരുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു 60 കട്ട് ഓഫ് മാർക്ക് ഒക്കെ വരാനുള്ള വളരെയധികം സാധ്യതകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ അത്രയും നല്ലൊരു സ്കോറിൽ വേണം നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകാൻ. ഓക്കെ, മൊഡ്യൂൾ ബേസിന്റെ ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് കൃത്യമായിട്ട് കുറച്ച് ധാരണകൾ ഉള്ളവരാണ് എങ്കിൽ പോലും ആദ്യമായിട്ട് ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാകുന്നവരുടെ HSSTയുടെ ഒരു കോമൺ പാറ്റേൺ ഇതാണ് അല്ലെ. നമുക്ക് 1 to 10 മൊഡ്യൂൾ ആണ് കൊമേഴ്സിന്റെ കോർ മൊഡ്യൂളിൽ നിന്ന് ഉണ്ടാകുന്നത്. ഓക്കെ, 1 മുതൽ 10 വരെയുള്ള മൊഡ്യൂൾ. ഓക്കെ, ഓരോ മൊഡ്യൂളിനും 7 മാർക്ക് വെച്ചിട്ട് അങ്ങനെ 10 മൊഡ്യൂളിൽ നമുക്ക് 70 മാർക്കാണ് കിട്ടുന്നത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നമുക്ക് 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലും 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അതായത് 5 മാർക്ക് അവിടെ കിട്ടും. ഓക്കെ, പിന്നെ വരുന്ന 20 മാർക്ക് ഈ പറയുന്ന GKയും കറണ്ട് അഫയേഴ്സും കോൺസ്റ്റിറ്റ്യൂഷനും സോഷ്യൽ വെൽഫെയർ രജിസ്ട്രേഷനും റിനൈസൻസും ആണ് വരുന്നത്. അതിന്റെ നട്ടല് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. 20 മാർക്കിന്റെ നട്ടല് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിനകത്തൊക്കെ വളരെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ചന്ദ്രമോഹൻ സാറൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമ്മളൊക്കെ ഞാൻ ഗുരുസ്ഥാനീയരായിട്ടൊക്കെ കാണുന്ന ആളുകളാണ് സാറിനെ പോലുള്ളവരൊക്കെ. അപ്പൊ അത്രയും നല്ല ആധികാരികമായിട്ടുള്ള വിവരം തരാനുള്ള അധ്യാപകർ നമുക്കിവിടെ ഉണ്ട്. സാർ അതിനെപ്പറ്റി കൃത്യമായി സംസാരിക്കുന്നതാണ്. അപ്പൊ 20 മാർക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ നൽകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. പിന്നെ റിനൈസൻസും അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ കയറി വരും. അപ്പൊ സാർ അതിനെപ്പറ്റി ഒരു കൃത്യമായിട്ടുള്ള ഒരു അവബോധം തരും. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ കുറച്ച് കാലഘട്ടത്തിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് HSST, കൊമേഴ്സ്, അതിനുശേഷം എക്കണോമിക്സ്, പിന്നെ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, അങ്ങനെ HSST പരീക്ഷകളുടെ ഒരു ഉത്സവ കാലമാണ് ഇപ്പൊ കഴിഞ്ഞത്. അപ്പൊ അവിടെ നമ്മൾ ഈ വേണ്ട 30 മാർക്കിന് ചെയ്ത ജോലി എന്ന് പറയുന്നത് വളരെ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ കുട്ടികളെ വർക്ക് ചെയ്ത് പോയി എന്നുള്ളതാണ്. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മനസ്സിലാകും, നമ്മൾ തലേ ദിവസം മാരത്തോണിലിട്ട അതേ ചോദ്യങ്ങൾ പിന്നെ എക്സാമിൽ വരുന്നു. പ്രത്യേകിച്ച് റിസർച്ചിലും കോൺസ്റ്റിറ്റ്യൂഷനിലും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അടക്കം തനി ആവർത്തനങ്ങളായിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. എൻകോം സെറ്റ് ക്വാളിഫൈഡ്, യെസ്, നമ്മൾ അതിലേക്ക് വരാം കേട്ടോ. യെസ്, ക്വാളിഫിക്കേഷൻ സെയിം പാർട്ടാണ് നമ്മൾ പറഞ്ഞല്ലോ. NVT കൊമേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ ഇതാണ്, എൻകോം അല്ലെ. യെസ്, എൻകോം പ്ലസ് B.Ed വരുന്നു, പ്ലസ് സെറ്റ് ആണ് വരുന്നത് അടിസ്ഥാനമായിട്ട്. പിന്നെ 50% മാർക്ക് എംകോം കേട്ടോ. ഇതാണ് അതിൻ്റെ അകത്ത് വരുന്നത്, എംകോമിന് 50% മാർക്ക്. ഓക്കെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച് വെച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഒരു കാതലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 30 മാർക്കിന്റെ കൃത്യമായ ഇടപെടൽ. 30 മാർക്ക് എങ്ങനെ വാങ്ങിക്കാം, 30 മാർക്കിന്റെ സാധ്യതകൾ എങ്ങനെയാണ്, ഇത് ഈ 30 മാർക്കിനെ നിങ്ങൾ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ നമ്മുടെ ഇതേ ചാനലുണ്ട്, PSC ചാനലുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ കൃത്യമായിട്ട് നോക്കിപ്പോവാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അല്ലെ, ഒരു കർഷകൻ ഒരു വിത്ത് ഇറക്കുന്നതിന് മുമ്പ് നിലത്തെ അറിയണം അല്ലെ, നിലം പഠിക്കണം അല്ലെ, അവന്റെ മണ്ണറിയണം, ശരിയല്ലേ? ആ മണ്ണറിഞ്ഞ ആ മണ്ണിനനുസരിച്ച് വേണം കൃഷി ഇറക്കാൻ. അങ്ങനെയാണല്ലോ നിങ്ങളും ഈ പരീക്ഷയെ പറ്റി കൃത്യമായിട്ടുള്ള കാതലായിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പഠിക്കാവുള്ളൂ. വെറുതെ നിങ്ങൾ ഒരു പുസ്തകം എടുത്തു, കുറച്ച് ഗൈഡ് എടുത്തു, കുറച്ച് അവിടെ യൂട്യൂബിൽ കണ്ടു, ഇവിടെ കുറച്ച് കണ്ടു, അങ്ങനെയല്ല പോകേണ്ടത്. നിങ്ങൾക്ക് ഈ പരീക്ഷയെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ളൊരു മനോഭാവം ഉണ്ടാക്കിയെടുക്കണം. ഈ പരീക്ഷ എന്താണ് ഡിമാൻഡ് ചെയ്യേണ്ടത്, ഈ പരീക്ഷയുടെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഈ പരീക്ഷ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്, ഒരു സ്റ്റഡി സ്ട്രാറ്റജി നമ്മളിപ്പോ ടോട്ടലി പറയുമെങ്കിൽ പോലും നിങ്ങളുടെ സബ്ജക്ട് നോളജ് അനുസരിച്ച് ഒരു പ്ലാൻ നിങ്ങൾക്കും ആവശ്യമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഇവിടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ആണെങ്കിലും ഈ പറയുന്ന ജനറൽ പാർട്ട്, ഇപ്പൊ പ്രത്യേകിച്ച് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിസർച്ച് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഈ കഴിഞ്ഞ HSST ബാച്ചിലൊക്കെ നമുക്ക് 10 out of 10 ആയിട്ടാണ് നമ്മൾ ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിസർച്ചും പ്ലസ് കോൺസ്റ്റിറ്റ്യൂഷൻ അടക്കം ബാക്കി എല്ലാം നമുക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. അത്രയും നന്നായിട്ട് നമുക്ക് അവിടെയൊക്കെ 30 മാർക്കിൽ ഇടപെടാൻ സാധിച്ചു എന്നുള്ളതാണ് അവിടെ പറഞ്ഞു വെക്കേണ്ടത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. കാരണം ഈ GK ആണെങ്കിലും കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഒക്കെ നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞു പോകുമ്പോൾ അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ പഠിച്ചു വരുമ്പോൾ വളരെ കാതലായ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, കഴിഞ്ഞ തവണ ഞാൻ ഈ പറഞ്ഞ ഫിസിക്സിലും ഈ പറഞ്ഞ HSST മാത്തമാറ്റിക്സിലും കെമിസ്ട്രിയിലൊക്കെ ടീച്ചിങ്ങും റിസർച്ചും ഒക്കെ കുറച്ച് ക്ലാസ്സുകൾ എടുക്കാനുള്ള സാഹചര്യം എനിക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ പറയുന്ന കഴിഞ്ഞ HSST കുട്ടികൾക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തായിരുന്നു. അതായത് നമ്മുടെ HSSTയുടെ ശ്രദ്ധിച്ചോണേ, കൊമേഴ്സുകാരുടെ HSSTയുടെ 30 മാർക്കിന്റെ പാറ്റേണേ അല്ലായിരുന്നു ഈ കഴിഞ്ഞ HSSTയുടെ പരീക്ഷകൾ. കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. നമ്മുടെ വന്ന ക്വസ്റ്റ്യനുകൾ എന്ന് പറഞ്ഞാൽ വളരെ നല്ല സ്റ്റാൻഡേർഡാണ്.
പെട്ടെന്ന് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ അടക്കം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിസർച്ച് ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് അത്ര അങ്ങോട്ട് എല്ലാം കയറി പിടിക്കാൻ പറ്റത്തില്ലാത്ത ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് കൊമേഴ്സിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ കുറച്ചും കൂടെ ഒരു കോമ്പിറ്റൻസി നമ്മൾ കാണാറുണ്ട് പൊതുവെ ഈ ജനറൽ പാർട്ടിന്റെ കാര്യത്തിൽ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് സാധ്യതകളുണ്ട്. കുറെ പരീക്ഷകൾ കഴിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് കുറെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ കിട്ടും. എന്നിരുന്നാൽ പോലും നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പഠനം അവിടെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് മൊഡ്യൂൾ വൈസ് സമ്മറി നമ്മൾ അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇനി ഓരോ മൊഡ്യൂളായിട്ട് നമുക്ക് വിശദീകരിക്കും. അത് പക്ഷെ ഇവിടെ ഇതല്ല ഇതിന്റെ ഒരു പ്ലേസ്. അതുകൊണ്ട് നമ്മൾ ഓരോ വിഷയത്തെ പറ്റി നമ്മൾ പോകുന്നില്ല, ടോട്ടൽ പ്ലാൻ ആണ് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് GFC എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഒരേ പരീക്ഷയ്ക്ക് ഏകദേശം ഒരേ സിലബസ്, അതായത് പറയാൻ പറ്റുള്ളൂ. കാരണം GFCയുടെ സിലബസ് കുറച്ച് വ്യത്യാസമുണ്ട്, അത് നമ്മൾ ചർച്ച ചെയ്യും കേട്ടോ. അതിനു മുമ്പ് ചന്ദ്രമോഹൻ സാറിനെ വളരെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സാറിനെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മേഖലയിൽ പ്രത്യേകിച്ച് സാറിന്റെ ഏരിയ കോൺസ്റ്റിറ്റ്യൂഷനും PSC റിനൈസൻസ് അടക്കമുള്ള ആൾക്കാരാണ്. നിങ്ങൾ സാറിന്റെ ക്ലാസ്സുകളൊക്കെ ഇതിനോടൊപ്പം കണ്ടിട്ടുണ്ടാകും. പല പ്ലാറ്റ്ഫോമിലൊക്കെ അത് അവൈലബിൾ ആണ്. വൺ ഓഫ് ദി ബെസ്റ്റ് എന്നുള്ളതല്ല, ദ ബെസ്റ്റ് ഇൻ ദ ബെസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ക്ലാസ് ആണ്. വളരെ സ്നേഹത്തോടുകൂടി എനിക്ക് വളരെ വ്യക്തിപരമായിട്ടാണെങ്കിൽ പോലും വളരെ അത്രയും സ്നേഹമാണ് സാറിനോട്. കാരണം സാറിന്റെ ക്ലാസ് ഒക്കെ അത്രയും ഇഷ്ടപ്പെടുന്നതാണ്. വളരെ റെസ്പെക്റ്റ് ആയിട്ട് സാറിനെ ഈ സെക്ഷൻ ഏറ്റെടുക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു വിഷ്ണു സാർ. I+ലെ NVT കോമേഴ്സ് എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ സെഷനിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഓക്കെ, ഗുഡ് ഈവനിങ് സുഹൃത്തുക്കളെ, ഗുഡ് ഈവനിങ്. ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ? കാണാൻ കഴിയുന്നുണ്ടോ? ഒന്ന് കമന്റ് ചെയ്ത് പോകണം. ഓഡിയോ വീഡിയോ എല്ലാം ഓക്കെ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ 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 ഓക്കെ. അപ്പോ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ വിഷ്ണു സാറ് വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. എങ്ങനെയാ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടതെന്നും ഏതൊക്കെ സ്ട്രാറ്റജി ഉപയോഗിക്കണമെന്നും ഒക്കെ വളരെ വിശദമായി ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ ഭംഗിയായി തന്നെ അദ്ദേഹം അത് അവതരിപ്പിച്ചു. അതെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. ഒരു പരീക്ഷ എന്ന് പറയുന്നത് ഒരു അവസരമാണ്. നിങ്ങൾ ആദ്യം അത് തിരിച്ചറിയുക. ഓരോ പരീക്ഷയും നമ്മുടെ മുമ്പിൽ വരുന്നത് ഓരോ അവസരമാണ്. അവസരം പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ നമ്മൾ പിന്നീട് ദുഃഖിക്കേണ്ടതായിട്ട് വരും. മാത്രമല്ല, അവസരങ്ങൾ എപ്പോഴും വരുന്നതല്ല. ഈ ഒരു അവസരം ഇനി വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അതുകൊണ്ട് കിട്ടുന്ന അവസരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അത് വലിയ നേട്ടം കൈവരിക്കാൻ കഴിയണം. നിങ്ങളുടെ സ്വപ്ന ഉദ്യോഗം നേടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആദ്യമേ ഞാൻ ആശംസിക്കുകയാണ്. ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ആവുക എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരമായ ഒരു കാര്യമാണ്. നിങ്ങളുടെ ആ സ്വപ്നത്തെ ഞാൻ ആദ്യമേ അഭിനന്ദിക്കുകയാണ്. അങ്ങനെ സ്വപ്നം ആയി പഠനത്തിലേക്ക് ഇറങ്ങുന്നവർ. നോക്കൂ, നമ്മുടെ വിഷ്ണുമാഷ് സൂചിപ്പിച്ചതുപോലെ ഒരു പരീക്ഷ വിജയിക്കണമെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങ് പഠിച്ചാൽ പോരാ. അതിന് വളരെ യുക്തിസഹമായ ചില ടാക്ടിക്സ് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഏറ്റവും ശക്തനും ബലവാനുമായിരിക്കണമെന്നില്ല എപ്പോഴും വിജയം നേടുന്നത്. മറിച്ച് വിജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് സധൈര്യം മുന്നോട്ട് പോകുന്നവനാണ് യഥാർത്ഥ വിജയശ്രീ ലാളിതനാകുന്നത്. അതുകൊണ്ട് ആദ്യമേ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയുക, ഈ ഉദ്യോഗത്തിന് നിങ്ങൾക്ക് അർഹതയുണ്ട്. യു ഹാവ് റൈറ്റ് ടു ഗെറ്റ് ദിസ് ജോബ്, യു ആർ എലിജിബിൾ ടു ഗെറ്റ് ദിസ് ജോബ്. അത് ആദ്യം നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ടത്, നിങ്ങൾക്ക് അർഹതപ്പെട്ടത് ഒരിക്കലും നഷ്ടമാകാതിരിക്കാനുള്ള മുൻകരുതലോടുകൂടി ആരംഭിക്കുക. ഇനി നിങ്ങളുടെ മുമ്പിൽ ആവശ്യത്തിന് സമയമുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, എക്സാം ഡേറ്റ് ആയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ, ഈ വെബിനാർ അവസാനിക്കുന്ന ആ നിമിഷം മുതൽ ഇതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ തയ്യാറെടുപ്പുകളുമായി I+നോടൊപ്പമുള്ള നിങ്ങളുടെ യാത്ര ആരംഭിക്കണം. ഇത് ഒരു വിജയിക്കുമോ പരാജയപ്പെടുമോ അങ്ങനെ ഒരു ചിന്തയേ വേണ്ട. ഇതൊരു പരീക്ഷണമല്ല, വിജയത്തിലേക്ക് മാത്രമുള്ള യാത്രയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ആ രീതിയിൽ നല്ല തയ്യാറെടുപ്പുകളോടി മുൻകരുതലോടുകൂടി
മുന്നോട്ട് പോകണം എന്ന് ഞാൻ ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാതെ ചിലർ വിചാരിക്കും നോട്ടിഫിക്കേഷൻ വന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഇപ്പോഴേ ഇത്രയും ധൃതി കാണിക്കുന്നത്, നോട്ടിഫിക്കേഷൻ വന്നിട്ട് തുടങ്ങാം. ചിലർ വിചാരിക്കും എക്സാം ഡേറ്റ് വരട്ടെ, ഡേറ്റ് വന്നിട്ട് തുടങ്ങാം. ഇനി വേറൊരു കൂട്ടരുണ്ട് ഹോൾ ടിക്കറ്റ് കിട്ടട്ടെ എന്നിട്ട് തുടങ്ങാം എന്ന് വിചാരിക്കുന്നവരും ഉണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങൾ തുടങ്ങേണ്ട റൈറ്റ് ടൈം ഇപ്പോഴാണ്. ഇപ്പം മുതല് നമ്മുടെ I+ന്റെ ക്ലാസ്സുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ ദിവസവും ഫലപ്രദമായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ പഠിക്കേണ്ടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മുടെ വിഷ്ണുമാഷ് നന്നായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സബ്ജക്റ്റ് ഏറെക്കുറെ നിങ്ങൾ സേഫ് ആണ് സബ്ജക്റ്റിന്റെ കാര്യത്തിൽ. കാരണം സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ച സബ്ജക്റ്റ് ആണ്, ഒരുപാട് പഠിച്ചതാണ്. നിങ്ങൾ MCOM കഴിഞ്ഞവരാണ്, B.Ed കഴിഞ്ഞവരാണ്, സെറ്റ് കഴിഞ്ഞവരാണ്. അപ്പൊ സബ്ജക്റ്റ് ഏറെക്കുറെ തറവാണ്. നിങ്ങൾ 70 മാർക്ക് സബ്ജക്റ്റിന് കിട്ടുമല്ലോ, 70 മാർക്ക് മതിയല്ലോ ഒരു കട്ട് ഓഫിലേക്ക് വരാൻ എന്ന് പലരും ചിന്തിക്കും. അപകടകരമായ ചിന്തയാണത്. കാരണം ജനറൽ പേപ്പറാണ് ശരിക്കും നിങ്ങളുടെ റാങ്ക് നിർണയിക്കുന്ന ഒരു പ്രധാന ഘടകമായി മാറാൻ പോകുന്നത്. കാരണം സബ്ജക്റ്റ് നന്നായി പഠിച്ച നിങ്ങൾ ഒപ്പം ജനറൽ ഏരിയയിൽ നിന്ന് കൂടി കുറെ മാർക്ക് നേടുമ്പോഴാണ് ടോപ്പ് റാങ്ക് ഹോൾഡർ ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് ജനറൽ ടോപ്പിക്ക് ഒരു കാരണവശാലും തള്ളിക്കളയരുത്. അത് നിങ്ങൾ ഉപേക്ഷ വിചാരിക്കരുത്. 30 മാർക്ക് നിങ്ങൾക്ക് നേടാം, വളരെ ഈസി ആയിട്ട് തന്നെ നേടാം. അതിലെ പ്രധാനപ്പെട്ട ഏരിയകൾ നിങ്ങൾക്കറിയാം. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് 10 മാർക്കിന്, രണ്ടും കൂടി ചേർത്ത് 10 മാർക്ക്. എന്താണ് കൊമേഴ്സ് വിളിക്കും ആണ് എന്ന് കൺഫേം ആണോ? നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം കേട്ടോ, നല്ലത് പ്രതീക്ഷിക്കാം. ഉടനെ തന്നെ അത് വിളിക്കും, ഉടനെ തന്നെ പരീക്ഷ വരും, ഉടനെ തന്നെ നമുക്കത് എഴുതാൻ കഴിയും, ഉടനെ തന്നെ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ മുൻപന്തിയിലേക്ക് വരും, ഉദ്യോഗം നേടും എന്ന് വിചാരിച്ചു കൊണ്ടുപോവുക. നമ്മൾ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് ചിന്തിക്കുക എല്ലാ കാര്യങ്ങളിലും. നമുക്ക് അതാണ് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി വേണ്ടത്. നിങ്ങൾക്ക് നേടാൻ കഴിയും, അതിന് സാധ്യതയുണ്ട്, അവസരമുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. പക്ഷെ നിർഭാഗ്യവശാൽ ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ളത് ഏറ്റവും വലിയ ദുരന്തം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സ്വയം തിരിച്ചറിയപ്പെടുന്നില്ല എന്നതാണ്. ഒരു വ്യക്തി സ്വയം തിരിച്ചറിയപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. നമ്മുടെ ഉള്ളിലുള്ള കഴിവും കർമ്മശേഷിയും തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ വലിയ ചിറകുകൾ ഉണ്ടായിട്ടും പറക്കാൻ കഴിയാത്ത ഒട്ടകപ്പക്ഷികളെ പോലെയാണ് നമ്മൾ പലരും ഇങ്ങനെ അലയുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ആദ്യമേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് അർഹതപ്പെട്ട ഉദ്യോഗമാണ്. ഇത് നിങ്ങൾ യോഗ്യരായ ആൾക്കാരാണ് ഈ ഉദ്യോഗം നേടുന്നതിന് വേണ്ടി. അതുകൊണ്ട് അതിന് നിരന്തരം പരിശ്രമിക്കുക മാത്രമേ ഉള്ളൂ. നിരന്തരം പരിശ്രമത്തിലുള്ള കാര്യം. വിജയം എന്ന് പറയുന്നത് ഭാഗ്യമല്ല. ആദ്യം നിങ്ങൾ അത് തിരിച്ചറിയുക. നമ്മളെ തേടി വരുന്ന വിരുന്നുകാരനുമല്ല വിജയം എന്ന് പറയുന്നത്. നിരന്തരമായ പരിശ്രമത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടുന്ന സൗഭാഗ്യമാണ് വിജയമെന്ന് പറയുന്നത്. അതുകൊണ്ട് നിരന്തരം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. ഏത് വിജയവും നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാം. 3 ഘടകങ്ങൾ ഉണ്ടെങ്കിൽ. എന്താണ്? വിജയിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹം നിങ്ങൾക്കുണ്ട് എങ്കിൽ, വ്യക്തമായ ലക്ഷ്യബോധമുണ്ട് എങ്കിൽ, കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഏത് വിജയവും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാം, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വ്യക്തമായ ലക്ഷ്യബോധത്തോടുകൂടി അല്പം കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സോടുകൂടി വിജയിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹത്തോടുകൂടി I+നോടൊപ്പമുള്ള നിങ്ങളുടെ വിജയയാത്ര തുടക്കം കുറിക്കുക. വലിയ ദൂരമൊന്നും യാത്ര ചെയ്യേണ്ടി വരില്ല വിജയതീരത്തെത്തുന്നതിന്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. 30 മാർക്കിനാണ് നിങ്ങൾക്ക് ജനറൽ ടോപ്പിക് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. 30 മാർക്കിൽ 10 മാർക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ 5 മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ ആൻഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് 5 മാർക്ക്, കറണ്ട് അഫേഴ്സ് 5 മാർക്ക്, കേരള റിനേസൻസ് 5 മാർക്ക്. അങ്ങനെ 30 മാർക്കിനാണ് ജനറൽ ഏരിയയിൽ. ഇതില് നമ്മുടെ വിഷ്ണു സാറ് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ കൂടുതൽ ഈ ജനറൽ പേപ്പറിൽ നിങ്ങൾ വെയിറ്റേജ് കൊടുക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം.
കാരണം ഇപ്പൊ കേരള റിനൈസൻസ് നിങ്ങൾ എടുത്തു നോക്കൂ, കോൺസ്റ്റിറ്റ്യൂഷനും എടുത്തു നോക്കുക, കമ്പയർ ചെയ്ത് നോക്കുക. കമ്പാരിറ്റീവ്ലി ഏറ്റവും വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേരള റിനൈസൻസ്. ആ വാസ്റ്റ് ആയിട്ടുള്ള അത്രയും ഏരിയ മൊത്തം നിങ്ങൾ പഠിച്ചെടുത്താലും നിങ്ങൾക്ക് കിട്ടുന്നത് 5 മാർക്കാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ലിമിറ്റഡ് ഏരിയ നന്നായി പഠിച്ചാലും കിട്ടുന്നത് 5 മാർക്കാണ്. അപ്പൊ സ്വാഭാവികം, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ടാക്ടിക്സ് ഇതിന് നിങ്ങൾ ഉപയോഗിക്കണം, അത് യുക്തിസഹമായ രീതിയിൽ. ഞാൻ റിനൈസൻസ് മോശമെന്നല്ല, പഠിക്കേണ്ടെന്നല്ല പറഞ്ഞത്. അപ്പൊ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു കളയരുത്. എങ്കിലും നമ്മൾ കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലെ ആദ്യത്തെ ഒരു ടോപ്പിക് ഉണ്ട്, നിങ്ങൾക്കത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണ്? സേലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത്. എന്റെ അഭിപ്രായത്തിൽ ആ ഒരൊറ്റ പോർഷൻ പഠിക്കുമ്പോൾ തന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പരമാവധി കണ്ടന്റ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. കാരണം കോൺസ്റ്റിറ്റ്യൂഷനെ മൊത്തത്തിൽ ടച്ച് ചെയ്ത് പോകുന്ന ഒരു ഏരിയ ആണത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഞാൻ പറയുന്നത് ഒന്ന് ഓർത്തു വെച്ചുകൊള്ളുക, നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയകളാണ് ഞാൻ പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, അതിനകത്ത് ഇലക്ഷൻ കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ, പിന്നെ നിങ്ങളുടെ കോമേഴ്സുകാർക്ക് സ്ഥിരം ചോദിക്കുന്ന GST കൗൺസിൽ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയെ കുറിച്ചും നിങ്ങൾ പഠിക്കണം. അത് നിങ്ങൾക്കൊരു പ്രത്യേകതയുള്ള ടോപ്പിക്കാണ്. ടാക്സ് ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് GST കൗൺസിൽ, കഴിഞ്ഞ കോമേഴ്സിന്റെ HSST പരീക്ഷയ്ക്കും അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ GST കൗൺസിൽ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ തുടങ്ങിയ വളരെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നിങ്ങൾ നന്നായി പഠിച്ചു വയ്ക്കണം. അതിനകത്ത് നിന്ന് തന്നെ പരമാവധി ചോദ്യങ്ങൾ വരും. പ്ലസ് ഒരു 2 സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിനെ കുറിച്ച് കൂടി നിങ്ങൾ പഠിക്കണം. 2 എണ്ണം പഠിച്ചാൽ മതി, കൂടുതലൊന്നും വലുതായിട്ട് വലിച്ചു വാരി പിടിച്ച് പഠിക്കണ്ട. അത് NHRC, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും നാഷണൽ ഇൻഫർമേഷൻ കമ്മീഷനും, വിവരാവകാശ കമ്മീഷനും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും, HSSCയുടെ ഇതേപോലെയുള്ള NVTയുടെ ഒക്കെ പ്രധാനപ്പെട്ട ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോപ്പിക്കുകളാണത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഏരിയകൾ ഇത് നമ്മൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ നമുക്കത് വ്യക്തമാക്കി തരാം. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായി കിട്ടും. പ്രീവിയസ് ചോദ്യങ്ങൾ, കഴിഞ്ഞ HSST NVT പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യ പേപ്പറിൽ നിന്ന് ആ പ്രീവിയസ് ചോദ്യങ്ങളും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും എല്ലാം ചേർത്തുകൊണ്ട് റിവിഷൻ ക്ലാസ് നിങ്ങൾക്കുണ്ടാകും. ഉറപ്പായിട്ടും അതെല്ലാം എടുത്തു തരാം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റും. സുഹൃത്തുക്കളെ, ആത്മവിശ്വാസം എന്നത് കൈവിടാതിരിക്കുക. പക്ഷെ നമ്മൾ പലപ്പോഴും കാണുന്ന എന്താണെന്ന് അറിയാമോ? നമ്മളെ വല്ലാതെ അലട്ടുന്ന നമ്മുടെ ശത്രു എന്ന് പറയുന്നത് ഫിയർ ഓഫ് ഫെയില്യൂർ ആണ്, പരാജയ ഭീതി. എന്ത് സംഭവിക്കും, പിഴവ് പറ്റിപ്പോകുമോ എന്ന ചിന്ത. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പിഴവെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് മുൻകൂട്ടി കാണാനുള്ള ജ്ഞാനദൃഷ്ടിയൊന്നും നമുക്കില്ലല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാണ് പരാജയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? വിജയത്തെക്കുറിച്ച് ചിന്തിക്കൂ, വിജയിക്കും, അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കൂ. അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നല്ലത് ചിന്തിച്ചാൽ, വിജയത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചാൽ ആ വിജയം നേടാനുള്ള മാർഗം സ്വാഭാവികമായി നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യും. എപ്പോഴും പരാജയത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, എപ്പോഴും പരാജയപ്പെട്ടു പോകുമോ എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ പരാജയത്തിന്റെ പടുകുഴിയിൽ പതിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തയോടുകൂടി സധൈര്യം മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും വിജയം സുനിശ്ചിതമാണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ ആൻഡ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ. അവിടെ ഒന്നും നിങ്ങൾ വലിച്ചുവാരി പിടിച്ച് പഠിക്കണ്ട. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വളരെ ഒരു സ്ട്രാറ്റജി, ഒരു ടാക്ടിക്സ് ഉപയോഗിച്ച് വേണം പഠിക്കാൻ. ആവശ്യമില്ലാത്ത ഏരിയകളിലേക്ക് ഒന്നും പോകണ്ട. എന്ത് പഠിക്കണം എന്നതുപോലെ പ്രധാനപ്പെട്ടതാണ് എന്തൊക്കെ പഠിക്കണ്ട എന്നുള്ളതും. അതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അട്രോസിറ്റീസ് അഗൻസ്റ്റ് വിമൻ ആൻഡ്
ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട അവിടെ ചിൽഡ്രൻ അട്രോസിറ്റീസുമായി ബന്ധപ്പെട്ട് ഒരു ആക്ട് ആണ് സ്ഥിരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്, പോക്സോ ആക്ട് ആണ്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസ് ആക്ട് എന്ന് പറയുന്ന ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന കാലിക പ്രസക്തിയുള്ള ഒരു നിയമം ഇപ്പോഴും എപ്പോഴും പ്രസക്തമായ നിയമമാണ്. നിങ്ങൾ കണ്ടല്ലോ, ഈ ആഴ്ച തന്നെ പത്തനംതിട്ട ജില്ലയിലൊക്കെ പോക്സോ കേസുമായി ബന്ധപ്പെട്ട വ്യാജ പരാതിയും മറ്റുമൊക്കെ നിങ്ങൾ കേൾക്കുന്നില്ലേ? അതുമായി ബന്ധപ്പെട്ട ആ സെക്ഷനുകളൊക്കെ, സെക്ഷൻ പോക്സോയിലെ സെക്ഷനൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. അങ്ങനെ ഒരു കുട്ടി, പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി വ്യാജ പരാതി നൽകിയാൽ അതിന് കൊടുക്കുന്ന ശിക്ഷ എന്താണെന്ന് സ്ഥിരം ചോദിക്കുന്നുണ്ട്. ഒരു ശിക്ഷയും കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. കുട്ടിയാണ് വ്യാജ പരാതി നൽകുന്നതെങ്കിൽ ശിക്ഷ കൊടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതേപോലെയുള്ള പ്രധാനപ്പെട്ട ചില ഏരിയകളുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ. പിന്നെ അതുപോലെ തന്നെ ആ സോഷ്യൽ വെൽഫെയറിൽ വരുന്ന ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, അതും നിങ്ങളുടെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. ഗാർഹിക പീഡന നിരോധന നിയമം, ഒരു സുഹൃത്ത് അത് കമന്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ടതാണ്. ഡവറി പ്രൊഹിബിഷൻ ആക്ട്, സ്ത്രീധന നിരോധന നിയമം, അതും ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഏരിയകള് നമ്മളെ ക്ലാസ് വളരെ വ്യക്തമായി നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കിട്ടും. അതിന്റെ അനുബന്ധ ചോദ്യങ്ങൾ കിട്ടും, പ്രീവിയസ് ചോദ്യം കിട്ടും, MCQ അത് നിങ്ങൾക്ക് കിട്ടും. അതെല്ലാം ചേർത്ത് നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ വിധി നിശ്ചയിക്കുന്നത് നിങ്ങൾ തന്നെയാണെന്ന് ആദ്യം തിരിച്ചറിയണം, മറ്റുള്ളവരല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? മറ്റുള്ളവരല്ല നമ്മുടെ വിധി നിശ്ചയിക്കുന്നത്, നമ്മുടെ വിധി നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെയാണ്. അല്ലേ? ശരിയല്ലേ? വേറെ ആരെങ്കിലും ആണോ? നിങ്ങള് നെപ്പോളിയനെ കുറിച്ച് കേട്ടിട്ടില്ലേ? നെപ്പോളിയൻ ബോണാപ്പാർട്ട് ഫ്രഞ്ച് ചക്രവർത്തിയും സൈനിക മേധാവിയും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് ഒരു അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തുള്ള ചെറിയ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കുഞ്ഞുനാളിലെ അദ്ദേഹം ഒരു വഴിയിലൂടെ നടന്നു പോയപ്പോ ഒരു കൈനോട്ടക്കാരൻ ഇരിക്കുന്നുണ്ടായിരുന്നു. കൈനോട്ടക്കാരന്റെ മുമ്പിൽ ചെന്ന് അദ്ദേഹം കൈ നീട്ടിയിട്ട് ചോദിച്ചു, കുഞ്ഞു ബാലനായിരുന്ന സമയത്താണ്, നോക്കി പറയൂ, ഞാൻ ചക്രവർത്തി ആകുമോ എന്ന്. ആ കൈനോട്ടക്കാരൻ ആ കൈ പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞു, എന്താണെന്നറിയോ, ഒരിക്കലും നീ ചക്രവർത്തിയാകില്ല, അങ്ങനെയുള്ള രേഖ നിന്റെ കയ്യിൽ തെളിഞ്ഞു കാണുന്നില്ല. വല്ലാത്ത നിരാശയും അമർഷവും തോന്നിയ ബാലന് കൈ വലിച്ചിട്ട് അയാൾ നടന്നുപോയി ഫ്രണ്ടിൽ കാണുന്ന ഒരു കടയിൽ നിന്ന് ഒരു കത്തി വാങ്ങി കയ്യിൽ സ്വന്തമായി ഒന്ന് വരഞ്ഞു. എന്നിട്ട് വീണ്ടും കൈനോട്ടക്കാരന്റെ മുമ്പിൽ വന്ന് ചോദിച്ചു, ഇനി പറയൂ, ഞാൻ ചക്രവർത്തിയാകുമോ എന്ന്. ചോരകനിക്കുന്ന ആ പിഞ്ച് കൈ പിടിച്ച് നോക്കിയിട്ട് ആ കൈനോട്ടക്കാരൻ പറഞ്ഞെന്തെന്നറിയോ, ചക്രവർത്തിയാകുന്നത് തടയാൻ ഇനി ലോകത്തൊരു ശക്തിക്കും കഴിയില്ല, കാരണം നിന്റെ വര നീ വരച്ചു കഴിഞ്ഞു. സുഹൃത്തുക്കളെ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ വര നമ്മൾ തന്നെ വരയ്ക്കുക, നമ്മൾ നിശ്ചയിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് കഴിയും. നിങ്ങൾ ഏതെല്ലാം പരീക്ഷകൾ പാസ്സായിട്ടാണ് ഇവിടെ എത്തി നിൽക്കുന്നത്? നിങ്ങളൊരു MCOM പാസ്സാകാൻ വേണ്ടി നിങ്ങളെടുത്ത സ്ട്രെയിനും പെയിനും എത്രത്തോളമായിരുന്നു? അത്രയും വേണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത്രയും വേണോ ശരിക്ക് ഒരു ശരിക്ക് NVT കോമേഴ്സിന്റെ പരീക്ഷ എഴുതിയെടുക്കാൻ? നിങ്ങൾ സെറ്റ് എഴുതിയെടുക്കാൻ, നിങ്ങൾ BEd പരീക്ഷ എഴുതിയെടുക്കാൻ ഒക്കെ നേടിയതിന്റെ 1/4 സ്ട്രെയിൻ വേണ്ട ഈ പരീക്ഷ എഴുതിയെടുക്കാൻ. പക്ഷെ നിങ്ങൾ അത് എത്രത്തോളം സീരിയസ്നെസ്സോടുകൂടി ഇത് കാണുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ വിജയം നിർണ്ണയിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ആദ്യം മനസ്സിൽ പറയുക, ഈ അവസരം ഞാൻ മുതലാക്കിയിരിക്കും, എനിക്കുള്ള ജോലിയാണ്. നിങ്ങൾ മനസ്സിൽ തറപ്പിച്ചു പറയുക. തളരാത്ത ആത്മബലവും തകരാത്ത നിശ്ചയദാർഢ്യവും നിലയ്ക്കാത്ത പരിശ്രമവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അവസരം നേടിയെടുക്കാം. അന്തസ്സായിട്ട് സമൂഹത്തിൽ തലയുയർത്തിപ്പിടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് പറയാം, ഞാനുമായി ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ ആയി കഴിഞ്ഞു എന്ന് പറയാം. സമൂഹത്തിലെ എല്ലാ ജോലികൾക്കും അതിൻ്റെതായ മഹത്വം ഉണ്ട് എങ്കിലും എന്നോട് ചോദിച്ചാൽ ഏറ്റവും നല്ല ജോലി ഏതെന്ന് ചോദിച്ചാൽ വ്യക്തിപരമായി ഞാൻ ഒട്ടും ആലോചിക്കാതെ പറയും, അധ്യാപക അല്ലെങ്കിൽ അധ്യാപനം എന്ന് പറയുന്ന ഉദ്യോഗം തന്നെയാണ്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അത് കഴിഞ്ഞാൽ സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ, കറണ്ട് അഫേഴ്സ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് പത്രപാരായണം ഒക്കെ ശീലമുണ്ടോ? എനിക്കറിയില്ല. പത്രമൊക്കെ വായിക്കാറുണ്ടോ നിങ്ങൾ?
വായിക്കുന്നവരെന്നാണ് എൻ്റെ വിശ്വാസം. പത്രം വായിക്കുന്നവരാണെങ്കിൽ ആ ഏരിയയിൽ നിന്ന് കുറേ കാര്യങ്ങൾ സ്വാഭാവികം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മുതൽ പത്രം വായിക്കാം എന്നതല്ല. ഞാൻ പൊതുവെ ആ ശീലമുണ്ടോ എന്നാണ് നിങ്ങളോട് ചോദിച്ചത്. ഏതാണ്ട് ഒരു 1-1.5 വർഷം ഇപ്പുറമുള്ള കാര്യങ്ങൾ നന്നായി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഏതാണ്ട് 1 വർഷത്തിനിപ്പുറമുള്ളതാണ് കൂടുതൽ ചോദിക്കാൻ സാധ്യത. ഞാൻ കുറെ കൂടെ പീരീഡ് ഇട്ട് പറയാണ്. മാക്സിമം 1.5-2 വർഷത്തിനപ്പുറം ഒന്നും പോകണ്ട. പക്ഷെ പോകണം. ഏത് കാര്യത്തില് ഇപ്പൊ നമ്മൾ ഒളിമ്പിക്സ് പോലെയുള്ള അതുപോലെ തന്നെ ഫിഫ പോലെയുള്ള 4 വർഷത്തിൽ ഒരിക്കൽ വരുന്നതൊക്കെ ആണെങ്കിൽ ആ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ പഠിക്കണം. അല്ലാത്തതൊക്കെ സാധാരണ ഒരു 1-1.5 വർഷം ത്തിനിപ്പുറം നടന്ന സംഭവ ബഹുലമായ കാര്യങ്ങൾ ഒക്കെ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കാൻ ശ്രമിക്കുക. കറണ്ട് അഫേഴ്സും നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതിയെടുക്കാൻ പറ്റും. കേരള റിനേസൻസ് ഞാൻ പറഞ്ഞു, റിനേസൻസ് വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അവിടെയും നിങ്ങൾക്ക് ചില സെലക്ഷൻ നടത്താവുന്നതാണ്. അവിടെ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികള്, അതുപോലെ തന്നെ വാഗ്ഭടാനന്ദൻ, അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ തുടങ്ങിയ പ്രമുഖരുടെ സോഷ്യൽ റിഫോംസിനെ കുറിച്ചുള്ള അറിവ് നിങ്ങൾക്കുണ്ടാകണം. വലിച്ചുവാരി പിടിച്ചതങ്ങോട്ട് പഠിച്ചു പോകണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയകൾ നോക്കി നന്നായിട്ടൊന്ന് പഠിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും അതിന് തയ്യാറായിരിക്കുന്നവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ 30 മാർക്ക് ജനറൽ പേപ്പറിലെ 30 മാർക്കിൽ മിക്കവാറും നഷ്ടമില്ലാതെ തന്നെ നിങ്ങൾക്കത് നേടാൻ കൂടി കഴിഞ്ഞാൽ സബ്ജക്റ്റിന്റെ കാര്യം നിങ്ങൾ ഓക്കെയാണ്. ആ സബ്ജക്റ്റ് നിങ്ങളെപ്പോലെ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും അറിയാമെന്ന് നിങ്ങൾ തിരിച്ചറിയുക. സബ്ജക്റ്റ് ഈ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും അറിയാം. അപ്പൊ നിങ്ങളെ റാങ്ക് നിർണ്ണയിക്കുന്നത് ഏതായിരിക്കും? ജനറൽ പേപ്പറാണ്. കാരണം ജനറൽ പേപ്പർ പലരും പഠിക്കാതെ വിട്ടിരിക്കുന്ന ഏരിയ ആണ്. അപ്പൊ നിങ്ങൾ ആ ഏരിയയും കൂടി ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അവിടെ നിന്ന് കൂടി മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ നേട്ടം കൈവരിക്കാൻ കഴിയും. അപ്പോ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. വളരെ ഭംഗിയായിട്ട് നമ്മൾ ഒരുപാട് പഠിച്ചത് കൊണ്ടോ ഒരുപാട് ഏരിയ ഞാൻ പഠിച്ചത് കൊണ്ട് ഞാൻ വിജയിക്കും അങ്ങനെയില്ല. ഇവിടെ തന്ത്രപരമായിട്ടുള്ള ഒരു പഠനമാണ് നിങ്ങൾക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു പ്രയോഗം പറഞ്ഞത്, ഏറ്റവും ബലവാനും ഏറ്റവും ശക്തി കൂടിയവനും ഏറ്റവും വേഗത കൂടിയവനും ഒന്നല്ല എപ്പോഴും വിജയിക്കുന്നത്. വിജയിക്കുമെന്ന് തീരുമാനിച്ചുറച്ചു മുന്നോട്ട് പോകുന്നവനെ വിജയിക്കുകയുള്ളൂ. അത്തരത്തിലുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ. തോൽക്കാത്ത മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ. തോൽക്കാത്ത മനസ്സുള്ളവരുടെ ഏതാഗ്രഹവും ഈ പ്രപഞ്ച ശക്തികൾ നിറവേറ്റി തരും, ഉറപ്പ്. അതുകൊണ്ട് മനസ്സിൽ തറപ്പിച്ചു പറയുക, തോൽക്കാൻ എനിക്ക് മനസ്സില്ല. എന്നിട്ട് നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. വളരെ ഗംഭീരമായിട്ട് നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും. ഞാൻ ഈ മറ്റിതിന്റെ അക്കാഡമിക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. വിഷ്ണു സാർ ഗംഭീരമായിട്ട് അതെല്ലാം അവതരിപ്പിച്ചു കഴിഞ്ഞു. എനിക്ക് അതെല്ലാം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു സംശയം, ഞാനിനി എന്ത് പറയാനാണ്? കാരണം എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. ഇനിയുള്ള ഒരു നിമിഷവും പാഴാക്കാതിരിക്കുക. വേണം എന്ന ചിന്ത മനസ്സിൽ നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നേടുക തന്നെ ചെയ്യും. വിജയിക്കണമെന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിനു വേണ്ടി ഒരല്പം സ്ട്രെയിനും പെയിനും നിങ്ങൾക്ക് എടുക്കാൻ കഴിയുമെങ്കിൽ വിജയിക്കുക തന്നെ ചെയ്യും. വിജയത്തിന്റെ പാത പൂക്കൾ വിരിച്ചതല്ല എന്ന് നിങ്ങൾക്കറിയാം. കല്ലും മുള്ളും നിറഞ്ഞതാണ്. തേനീച്ചയുടെ കുത്തേൽക്കാതെ തേനെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ അല്പം സ്ട്രെയിനും പെയിനും എടുക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ പരിശ്രമം അവസാനിക്കുന്നത് വരെ നിങ്ങൾ പരാജയപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അപ്പോൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പലർക്കും പല പരാതികളും ഉണ്ടാകും. എനിക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് പല കുട്ടികളും പറയുന്നത് കേട്ടിട്ടുണ്ട്, കുടുംബപരമായിട്ട് വലിയ പ്രശ്നമാണ് സാറേ, അതുകൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടാണ്, പഠിക്കാൻ പറ്റുന്നില്ല. ശാരീരികമായി ചില അസ്വസ്ഥതകളുണ്ട്, പഠിക്കാൻ പറ്റുന്നില്ല. സുഹൃത്തുക്കളെ, ഇങ്ങനെ അവര് എനിക്കൊരു പേരിലേ വിളിക്കാൻ പറ്റുള്ളൂ, അലസരുടെ വിലാപങ്ങൾ എന്നേ ഞാനിതിനെ വിളിക്കുകയുള്ളൂ. കാരണം വിജയിക്കണമെങ്കിൽ മസ്തിഷ്കം മാത്രം ഉണർന്ന് പ്രവർത്തിച്ചാൽ മതി. ശരീരം മുഴുവനും തളർന്നു പോയിട്ടും വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് മഹാവിജയം വെട്ടിപ്പിടിച്ച സ്റ്റീഫൻ ഹോക്കിൻസിന്റെ കഥ നിങ്ങൾക്കറിയില്ലേ? ഒരുപാട് പേര് നമ്മുടെ മുമ്പിൽ അങ്ങനെ മാതൃകകളായിട്ടുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക.
എന്നിട്ട് സ്വയം പ്രചോദിതരാകുക. നിങ്ങളുടെ ലക്ഷ്യം തീവ്രമാണെങ്കിൽ ആ ലക്ഷ്യം നിങ്ങളെ മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്യും. ഏത് ഘോരമായ ഇരുട്ടിലും ഏത് പേമാരിയിലും അകല ചക്രവാളത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു നക്ഷത്രം കണക്കെ നിങ്ങൾക്കത് മാർഗദീപം തന്നുകൊണ്ടേയിരിക്കും. എല്ലാവർക്കും നന്മ വരട്ടെ, എല്ലാവർക്കും വിജയം വരട്ടെ, എല്ലാവർക്കും വലിയ വിജയം നേടി നിങ്ങളുടെ സ്വപ്ന ഉദ്യോഗം നേടാൻ കഴിയട്ടെ. അത് കണ്ട് അഭിമാനിക്കാൻ ഞങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങളുടെ വിജയത്തിന് പൂർണ്ണ ഉത്തരവാദികൾ നിങ്ങൾ തന്നെയാണ്. പക്ഷെ എങ്കിലും അതിനൊരു നിമിത്തമാകാൻ കഴിഞ്ഞതിൽ ഐപ്ലസിനും ഞങ്ങൾക്കൊക്കെ ചാരിതാർത്ഥ്യം ഉണ്ടായിരിക്കും. ആ ഒരു സന്തോഷം മാത്രം മതി ഞങ്ങൾക്ക്. അപ്പൊ സുഹൃത്തുക്കളെ, എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒരു പരീക്ഷയുടെ പ്രാധാന്യം എന്തെന്ന് നിങ്ങൾക്കറിയാം, ഈ പരീക്ഷയുടെ പ്രത്യേകത നിങ്ങൾക്ക് എന്തെന്നറിയാം. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നന്നായി പഠിച്ചു മുന്നേറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. ഈ രണ്ടാമത്തെ പാർട്ടിലേക്ക് കടക്കുകയാണ്. വളരെ സ്നേഹം സാർ. എനിക്ക് തോന്നുന്നു കുറച്ച് സമയം കൊണ്ട് സാറൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ വിദ്യാർത്ഥിയായിട്ട് മാത്രമേ കേൾക്കാറുള്ളൂ. കാരണം അത്രമാത്രം സംതൃപ്തി നിറയുന്ന ഒരു ക്ലാസ്സാണ്. കാരണം സ്നേഹവും നമുക്കൊരു അച്ഛന്റെ വാത്സല്യമാണ്. എനിക്ക് പലപ്പോഴും സാറിന്റെ ക്ലാസ്സിൽ കിട്ടുന്നതൊക്കെ, നമ്മൾ എപ്പോഴും സാറിന്റെ ക്ലാസ്സൊക്കെ വാച്ച് ചെയ്യുന്ന ആളാണ്, നമുക്കൊരു അച്ഛന്റെ വാത്സല്യം ഒക്കെയാണ് എപ്പോഴും അതിനകത്ത് കിട്ടുന്നത്. സാർ ഈ പറയുന്ന, എനിക്ക് തോന്നുന്നു ഈ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും HST ഒക്കെ ആയിട്ട് നിൽക്കുന്നതാണല്ലോ. അപ്പം കുറേയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഒരു 10 മാർക്ക് കിട്ടാനുള്ള സാധനം സാർ ഈ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞു. നിങ്ങൾ അത്രയും കാര്യങ്ങളെങ്കിലും കൃത്യമായിട്ട്, ഇപ്പൊ സാറ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമെങ്കിലും കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്, പഠിക്കുന്നുണ്ട്, അത് വിലയിരുത്തുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഒരു 10 മാർക്ക് ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കിട്ടിയെന്നുള്ളതാണ്. കാരണം അത്രയും കാര്യങ്ങൾ, അത്രയും കണ്ടന്റ് നിങ്ങളോട് പഠിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഒരു എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരാളുടെ സാന്നിധ്യം എവിടെയാണ് എന്നുള്ളത് വലിയ പരാമർശം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളൊരു സാധനം പഠിക്കുമ്പോൾ വെറുതെ നമ്മളങ്ങ് പഠിക്കത്തുള്ളൂ, ഓക്കെ. പക്ഷെ ഒരു എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരാളുടെ കൃത്യമായിട്ടുള്ള അഡ്വൈസും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻസും കിട്ടുമ്പോൾ നമുക്ക് എവിടെയാണ് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് അത് പൂർത്തിയാക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടും. അതൊക്കെയാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് മനസ്സിലായത്. വളരെ താങ്ക്സ് സാർ, ഇങ്ങനൊരു സെക്ഷന്റെ ഭാഗമായിട്ട് ഇത്രയും നല്ലൊരു പ്രചോദനമായിട്ടുള്ള ഒരു ക്ലാസ് തന്നതിന് വളരെ താങ്ക്സ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഭാഗത്തിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മളൊന്ന് തുടർന്നു പോവുകയാണ്. നമുക്കിനി ഒരു പോസ്റ്റും കൂടെ പറയാനുണ്ട് ഇതിൻ്റെ അകത്ത്. നിങ്ങൾക്ക് കേൾക്കാലോ അല്ലെ? ഓക്കെ ആണല്ലോ? സൗണ്ട് ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? സാർ അത് ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇവിടുത്തെ സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ അധ്യാപകരാണ്, BEdും MCOMും സെറ്റും നെറ്റും അല്ലെ, MCലും PhD ഒക്കെ അടക്കമുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ ആണല്ലോ അല്ലെ? ക്ലിയർ ആണല്ലോ? യെസ്. നിങ്ങൾ വളരെ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം ഇതിനകത്ത് ചോദിക്കാൻ എന്നുള്ളത് ഞാൻ വളരെ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത്, മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുമ്പ് അല്ലെ, അല്ലെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റ് വന്നു, അടുത്ത റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പുള്ള വിഷയങ്ങളും നേരത്തെ പഠിക്കേണ്ട പ്രസക്തിയും നേരത്തെ ഒരു ബാച്ച് തുടങ്ങുന്നതിന്റെ ഇമ്പോർട്ടൻസും നമ്മുടെ ഇന്നത്തെ നിലവിലത്തുള്ള ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഹലോ ഹലോ സാറിന് മൈക്ക് ഓണാണെന്ന് തോന്നുന്നു. ഒരു സെക്കൻഡേ. ഹലോ സാറേ. ഓക്കെ. യെസ്. ഓക്കെ. യെസ്. അപ്പൊ നിങ്ങൾ അതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഒരു റാങ്ക് ലിസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് അല്ലെ, റാങ്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അതിന് 1 വർഷം മുമ്പുള്ള തയ്യാറെടുപ്പ് കൃത്യമായിട്ട് തുടങ്ങണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം 1 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 2026 7-ാം മാസം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താ കൃത്യമായിട്ട് പോകുന്നത്. കൃത്യമായിട്ട് പോകുന്നത് എന്താണ്? ഈ 2027 അവസാനത്തോടു കൂടി നോട്ടിഫിക്കേഷൻ വരും.
ഓക്കെ, 2027 അവസാനത്തോടെ അടുത്ത നോട്ടിഫിക്കേഷൻ വരും. ഹൈക്കോടതിയിൽ കേസ് നടന്നോട്ടെ, മറ്റ് പ്രശ്നങ്ങളായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അവിടെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അല്ലെ? നമ്മുടെ പൊതുവിദ്യാഭ്യാസം കൃത്യമായ സ്ട്രക്ചർ ഉണ്ടല്ലോ. അവിടെ റിട്ടയർമെന്റ് ഉണ്ടാകും, ആ തരത്തിലുള്ള വേക്കൻസികൾ ഉണ്ടാകും, അല്ലെ? എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, ശരിയല്ലേ? അപ്പൊ ഇത് തുടർന്നുകൊണ്ട് പോകുന്ന ഒരു പ്രക്രിയയാണല്ലോ. 3 വർഷം കഴിയുമ്പോൾ റാങ്ക് ലിസ്റ്റ് തീർന്നു കഴിയുമ്പോൾ അടുത്ത റാങ്ക് ലിസ്റ്റ് വരണമല്ലോ. മറ്റ് സാധ്യതകളെല്ലാം പൊക്കോട്ടെ, നിങ്ങൾ അവിടെ കേസാണ്, ഇവിടെ കേസാണ്, അതൊക്കെ അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം നമുക്ക് അവിടെ നിർത്താം. കേൾക്കുന്നത് ക്ലിയർ ആണല്ലോ, അല്ലെ? ഓക്കെ ആണല്ലോ? യെസ്, പ്രശ്നമൊന്നും ഇല്ലല്ലോ, അല്ലെ? ഓക്കെ അല്ലേ? ഒന്ന് കമന്റ് പറഞ്ഞേ, ഓക്കെ അല്ലേ? ഓക്കെ ആണോ? യെസ്, ഓക്കെ, താങ്ക് യു. അപ്പൊ അങ്ങനെയുള്ള എനിക്ക് തോന്നുന്നു ബാലിഷമായിട്ടുള്ള സംശയങ്ങളിലേക്ക് നമ്മൾ പോകണ്ട. അതാണ് ഇപ്പൊ സാറിന്റെ ഒക്കെ ക്ലാസ്സിലൊക്കെ നമ്മൾ ബാലിഷമായ ഒരു സംശയങ്ങളിലേക്ക് നമ്മൾ പോകണ്ട, മനസ്സിലാണ്ടോ? ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ നിന്ന് ആലോചിക്കുക. ഞാനിപ്പോ എംകോം കഴിയുന്നു, BEd കഴിയുന്നു, സെറ്റ് കഴിയുന്നു, എന്റെ ഓപ്പർച്യൂണിറ്റി എന്താ? ഒന്നെങ്കിൽ HSST, അതല്ലെങ്കിൽ NVT. ഇത് 2 സാധ്യത എനിക്കുള്ളൂ, മനസ്സിലാണ്ടോ? അപ്പൊ ആ സാധ്യത കൃത്യമായിട്ട് നമുക്ക് HS എഴുതാൻ പറ്റില്ല. നേരത്തെ HS എഴുതായിരുന്നു, ഇപ്പൊ HS എഴുതാൻ പറ്റില്ല, LTP എഴുതാൻ പറ്റില്ല. പിന്നെ ആകെ കൂടി വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് NVT ഉണ്ട്, HSST ഉണ്ട്, ആണല്ലോ. അതാണല്ലോ അതിന്റെ പരമപ്രധാനമായിട്ടുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, മനസ്സിലാണ്ടോ? അപ്പൊ അത് ഏറ്റവും നന്നായിട്ട് നമ്മളെ സംബന്ധിച്ചോളം വളരെ ചെറിയ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ ആ ലെയർ നോക്കുകയാണെങ്കിൽ, അല്ലെ? അപ്പൊ ശരിക്കും നമ്മൾ അതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തണം എന്നുള്ളതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഓക്കെ, യെസ്. ഇനി ഇതാണ് ഇതിന്റെ ഏറ്റവും മെറിറ്റ് കേട്ടോ. നമ്മുടെ ഈ NVT കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും പറ്റിയ മെറിറ്റ് എന്ന് പറയുന്നത് ഈ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് പോസ്റ്റ് ആണ്. ഓക്കെ, സ്റ്റേറ്റ് വൈഡ് പോസ്റ്റ് ആണ്, ജൂനിയർ പോസ്റ്റ് ആണ് കേട്ടോ, ജൂനിയർ പോസ്റ്റ് ആണ്. പക്ഷെ ഈ പറയുന്ന പോലെ നമുക്ക് എംകോംകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ആണ്. ഓക്കെ, ഇതിന്റെ റാങ്ക് ലിസ്റ്റ് ശ്രദ്ധിച്ചേ. 12 ഡിസംബർ 2024 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. അതായത് 2027 ഈ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യും? അവസാനിക്കും, അല്ലെ? അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2027 റാങ്ക് ലിസ്റ്റ് അവസാനിപ്പിച്ചിട്ടല്ല PSC നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത്. ഈ റാങ്ക് ലിസ്റ്റ് തീരുന്നതിന് ഒരു 3-4 മാസം മുമ്പേ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ നോട്ടിഫിക്കേഷൻ എത്ര സമയം കൂടെ കാണും? ഇതാണ് PSCയുടെ നിലവിലെ ട്രെൻഡ്. PSC ഫോളോ ചെയ്യുന്ന ട്രെൻഡ് അതാണ്. റാങ്ക് ലിസ്റ്റ് തീർന്നിട്ടല്ല അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത്, റാങ്ക് ലിസ്റ്റ് തീരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും? അടുത്ത നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളെ സംബന്ധിച്ചുള്ള 2 ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അല്ലെ? നെറ്റോടുത്ത് 8 അഡ്വൈസ് പോയി, ഇതിൽ 14 അഡ്വൈസ് ആണ് പോയത്. ഈ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സിനകത്ത് 14 അഡ്വൈസ് പോയി. എന്നാലും ചോദിക്കാം, ഒറ്റയടിക്ക് 32 അഡ്വൈസ് പോയി. ഏതാ? ഈ പറയുന്ന BEd, അല്ലെ? ഈ പറയുന്ന BEd പ്ലസ് PG പ്ലസ് സെറ്റ്, ഈ ക്വാളിഫിക്കേഷൻ അടിസ്ഥാനത്തിൽ 32 അഡ്വൈസ് പോയി എന്ന് പറഞ്ഞാൽ 32 പേരുടെ എന്താണ് എംപ്ലോയബിലിറ്റി അവിടെ ഉണ്ടായി എന്നല്ലേ നമ്മൾ മനസ്സിലാക്കണ്ടേ? ആ ഒരു സാധ്യത നമ്മൾ കാണണമല്ലോ, ആ സാധ്യത നമ്മൾ കാണണം. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതനുസരിച്ച് വേണം നമ്മൾ മുന്നോട്ട് കാണാൻ. ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് അവിടെ വരുന്നുണ്ട്. 2 പോസ്റ്റും കൂടെ മിങ്കിൾ ചെയ്യുമ്പോൾ അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് അവിടെ സ്വാഭാവികമായിട്ടും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ പറയാനുള്ളത്. ക്ലിയർ ആണല്ലോ, അല്ലെ? ഓക്കെ, യെസ്. ഞാൻ പറഞ്ഞൊരു തല നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, അല്ലെ? ഓക്കെ ആണല്ലോ, യെസ്. അപ്പൊ ഇവിടെ മെയിൻ ലിസ്റ്റിലെ കാൻഡിഡേറ്റ് 21 പേരായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു 95 പേരുടെ ലിസ്റ്റ് ആയിരുന്നു. അതിൻ്റെ അകത്ത് മെയിൻ ലിസ്റ്റില് 21 പേര് വന്നു, സപ്ലിമെന്ററി ലിസ്റ്റില് 60 പേര് വന്നു, ഡിഫറently ഏബിൾഡ് ആയിട്ട് 14 പേരുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം കൂടെ 95 പേരുടെ ലിസ്റ്റ് ആയിരുന്നു വന്നത് കേട്ടോ. യെസ്, 95 പേരുടെ ലിസ്റ്റ് ആയിരുന്നു കേട്ടോ. 21 പേരുടെ ആയിരുന്നു മെയിൻ ലിസ്റ്റ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചേ, അവിടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 43.33 കേട്ടോ. കട്ട് ഓഫ് മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ടോട്ടൽ അഡ്വൈസ് അതാണ് ഞാൻ പറഞ്ഞത്, 14 അഡ്വൈസ് പോയി. നിങ്ങൾ നോക്കിയാൽ 4/6/2026, അതായത് കഴിഞ്ഞ മാസം ഈ ലിസ്റ്റിനകത്തുനിന്ന് അഡ്വൈസ് പോയി എന്നാണ് അർത്ഥം. മനസ്സിലാണോ? കഴിഞ്ഞ തവണയും ഒരാൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ജോലി കിട്ടി, ഈ ലിസ്റ്റ് ജോലി കിട്ടി. അപ്പൊ നേരത്തെ 8 + 14 കണ്ടോ, അതായത് 32 പേരുടെ അഡ്വൈസ് ടോട്ടലി പോയി. ഏത്? കഴിഞ്ഞ പാറ്റേണിൽ തന്ന, അല്ലെങ്കിൽ NVTയും ഈ പറയുന്ന GFC, ഓക്കെ, NVTയും പ്ലസ് ഈ പറയുന്ന ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് GFC ഉൾപ്പെടെ 32 പേർക്ക് ജോലി കിട്ടി എന്നുള്ളതാണല്ലോ നമ്മളവിടെ മനസ്സിലാക്കണ്ടേ. അതേ പാറ്റേണിൽ തന്നെ 2027 അവസാനത്തോടുകൂടി നോട്ടിഫിക്കേഷൻ വരുന്നു. ഇതേ പാറ്റേണിൽ NVT പ്ലസ് ഓപ്പർച്യൂണിറ്റി GFC ഉണ്ട്. ഈ 2 ഓപ്പർച്യൂണിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാവുന്നുണ്ടോ? അത് കൃത്യമായിട്ട് നമ്മൾ ഇടപെടണം. അതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇപ്പൊ നമുക്കറിയാം HSST കഴിഞ്ഞു, അതിന്റെ റാങ്ക് ലിസ്റ്റ് നിൽക്കുന്നേ ഉള്ളൂ, അല്ലെ? അതിനകത്ത് അഡ്വൈസ് ഏറെക്കുറെ തുടങ്ങിയിട്ടേ ഉള്ളൂ, വലിയ രീതിയിൽ അഡ്വൈസ് ആയി തുടങ്ങിയില്ല.
അല്ലെ? അപ്പൊ ഇനി ആ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ഇനിയും കാലാവധി ഇനിയും കിടക്കുകയാണ്. പക്ഷെ അപ്പൊ നമ്മുടെ ഉള്ള സാധ്യത നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം. ഓക്കെ, ഏറെക്കുറെ നമുക്ക് ആ കഴിഞ്ഞ HSSTക്കുള്ള പാകപ്പഴവുകൾ എന്തൊക്കെയാണോ അതെല്ലാം തിരുത്തി നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാകണം. അതിന് ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ തുടങ്ങുക, നേരത്തെ കൃത്യമായിട്ട് പഠിക്കുക, സിലബസ് കൃത്യമായിട്ട് പഠിക്കുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞു വെക്കാനുള്ളത് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യെസ്, ഇതാണ് അതിന്റെ സാധ്യത. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ, ഈ പോസ്റ്റിനെ പറ്റി അധികം പരിചയമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ പോസ്റ്റിനെ പറ്റി പോസ്റ്റ് വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, യെസ്, PG ഇൻ കൊമേഴ്സ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ബിസിനസ് എക്കണോമിക്സ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, എക്കണോമിക്സ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇപ്പൊ കൊമേഴ്സ്, ബിസിനസ് എക്കണോമിക്സ്, എക്കണോമിക്സ് ഈ 3 ലെവലിൽ PG ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. മിനിമം ക്വാളിഫിക്കേഷന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് 50% മാർക്കാണ്. പ്ലസ് BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് 4 ഇയർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്കും അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ അവർക്ക് 60% മാർക്ക് വേണം. ആസ് യൂഷ്വൽ SC/ST ഡിഫറൻറ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് 50% എന്തുണ്ട്? യെസ്, അവിടെ റിലാക്സേഷൻ പറയുന്നുണ്ട്. ഓക്കെ, യെസ്, അത്രയും കാര്യങ്ങളാണ്. ഇനി ഇതിന്റെ മൊഡ്യൂൾ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ്, നേരത്തെ തുടങ്ങേണ്ടതാണ് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത എന്ന് പറയുന്നത് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് പാർട്ട് 1 കൊമേഴ്സ് ആണ്. അവിടെ PG ലെവൽ കൊമേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. 25 മാർക്കാണ് വരുന്നത്. നിങ്ങൾ ആലോചിക്കുക, മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ് വരുന്നു, ഡെവലപ്മെന്റ് ആൻഡ് പബ്ലിക് എക്കണോമിക്സ് 3 മാർക്ക്, ഇന്ത്യൻ ആൻഡ് ഇന്റർനാഷണൽ എക്കണോമിക്സ് 2 മാർക്ക്, ബിസിനസ് സ്റ്റാറ്റിക്സ് 3 മാർക്ക്, മാനേജ്മെന്റ് 3 മാർക്ക്, കോപ്പറേറ്റീവ് തിയറി ആൻഡ് ലോസിന്റെ അകത്ത് 8 മാർക്ക്, ബാങ്കിങ്ങിന്റെ അകത്ത് 2 മാർക്ക്, അങ്ങനെ ടോട്ടൽ 25 മാർക്ക്. ഇവിടെ കണ്ടോ, കോപ്പറേറ്റീവ് തിയറി ആൻഡ് ലോസിന്റെ അകത്ത് എത്ര മാർക്കാ? 8 മാർക്കാണ്. മനസ്സിലാണോ? പിന്നെ ഹയസ്റ്റ് മാർക്ക് എവിടെയാ പോകുന്നത്? മാക്രോ ആൻഡ് മൈക്രോ. ഇനിയാണ് ഇതിന്റെ സാധ്യത. മനസ്സിലാണോ? നിങ്ങളിൽ എത്ര പേര് കോപ്പറേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ? നമുക്ക് CSEBയുടെ ബാച്ച് ഉണ്ട്, CSEB. ഓക്കെ, ഈ CSEBക്കകത്ത് എന്തുണ്ട്? ഈ കോർപ്പറേഷൻ ആൻഡ് ലോ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയിട്ടുള്ള കോപ്പറേറ്റീവ് മേഖലയിൽ നടത്തിയിട്ടുള്ള മുഴുവൻ PYQ ക്വസ്റ്റ്യൻ നമ്മുടെ ഉണ്ട്. ക്ലിയർ ആണല്ലോ? അതിന്റെ ക്ലാസ്സുകൾ റെഗുലർ ആയിട്ട് പോകുന്നതാണ്. അപ്പൊ ആ സാധ്യതകൾ മൊത്തം നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത്രയും കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. ആ കളക്ഷൻസ് മൊത്തം നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അവിടെ പറയേണ്ടത്. മനസ്സിലാണ്ടോ? അതായത് നമ്മൾ പഠിച്ച ഒരു ആംഗിളിലല്ല ഈ കോഴ്സ് നിൽക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ എക്കണോമിക്സ് ആൻഡ് ബിസിനസ് എക്കണോമിക്സ്, അത് PG ലെവലാണ്. ഓക്കെ, അവിടെയും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും 4 മാർക്ക് വരുന്നുണ്ട്. എക്കണോമിക്സ് ആൻഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, പിന്നെ ഇന്റർനാഷണൽ എക്കണോമിക്സ് രണ്ടും കൂടി 1 മാർക്ക് വരുന്നുണ്ട്. പബ്ലിക് എക്കണോമിക്സും 2 മാർക്ക്. ഇന്ത്യൻ എക്കണോമിയാണ് അവിടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. 8 മാർക്കാണ് വരുന്നത്. ദെൻ റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിക്സിന് അത് 2 മാർക്ക്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അവിടെ വരുന്നുണ്ട് 3 മാർക്ക്. അങ്ങനെയാണ് നിൽക്കുന്നത്. ഓക്കെ, യെസ്. ഇനി 3ാമത്തെ പാർട്ട് വന്നാൽ ഞാൻ അതും വീണ്ടും വരുന്നത് BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ CSEB. I+ന്റെ സ്ട്രെങ്ത് എന്ന് അറിയാമോ? നമുക്ക് നെറ്റ് ഉണ്ട്, സെറ്റ് ഉണ്ട്. ഓക്കെ, പ്ലസ് ഈ പറയുന്ന എന്താണ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള അക്കൗണ്ടന്റ് പോസ്റ്റ്, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ പോസ്റ്റ്, അത് കൂടാണ്ട് റിസർച്ച് അസിസ്റ്റന്റ് പോസ്റ്റ്, റിസർച്ച് ഓഫീസർ പോസ്റ്റ്, ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കൊമേഴ്സ്, ഇതിനെല്ലാം നമ്മുടെ ബാച്ച് ഉണ്ട്. നിങ്ങൾ ആലോചിക്കാം, അപ്പൊ എത്ര സെറ്റ് PYQ മാത്രം നമ്മുടെ കയ്യിലുണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇനി ഈ പറയുന്ന പാർട്ട് 3 എന്ന് പറയുന്നത് CSEBയുടെ ആകെ തുകയാണ്. കോർപ്പറേഷൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട്, ജനറൽ ബോഡി ആൻഡ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ്, ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ്, കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് RBI, ഓക്കെ, സയന്റിഫിക് മാനേജ്മെന്റ്, കോർപ്പറേറ്റ് സെക്ടർ, ഇതെല്ലാം CSEBയുടെ തനി ആവർത്തനമാണ്, അല്ലെങ്കിൽ CSEBയുടെ പാറ്റേൺ ആണ് പിടിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും CSEBക്കകത്ത് വ്യക്തമായിട്ടുള്ള ആധിപത്യം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ എല്ലാം കൃത്യമായിട്ട് ഇടപെടാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കിട്ടിയോ? അതായത് നമ്മൾ ഈ NVT കൊമേഴ്സിന്റെ അതേ മാറ്റർ തന്നെയല്ല, ഇവിടെ വ്യത്യാസമുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ എന്താണ്? റിസർച്ച് മെത്തഡോളജി ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ നേരത്തെ കണ്ടതാണ്, NVTയിലും കണ്ടതാണ്. 10 മാർക്ക്. അതിൽ 5 മാർക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും 5 മാർക്ക് റിസർച്ചും, അങ്ങനെ 10 മാർക്ക് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ തവണത്തെ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ കിടപ്പുണ്ട്. സ്ക്രീൻഷോട്ട് സഹിതം നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ മാരത്തോൺ എടുത്ത ക്വസ്റ്റ്യൻ അതേപടി എന്ത് ചെയ്തു? എക്സാമിന് ചോദിച്ചു, അതേപടി കോൺസെപ്റ്റിൽ ചോദിച്ചു. അപ്പൊ ഈ 10 മാർക്ക് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം വളരെ ഡിഫെൻഡബിൾ ആയിട്ട് തരാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 10 മാർക്ക്. അവിടെ റിലയൻസൻസ് ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സോഷ്യൽ വെൽഫെയർ, അതിന് 10 മാർക്ക് കേട്ടോ. അങ്ങനെയാണ് ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. അപ്പൊ ഇതിന് ഈ പറയുന്ന GFCയുടെ പാറ്റേൺ, ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് GFC,
GFCയുടെ ടോട്ടൽ പാക്കേജ് ഇങ്ങനെയാണ്: കൊമേഴ്സിന് 25 മാർക്ക്, എക്കണോമിക്സ് ബിസിനസ് എക്കണോമിക്സ് 25 മാർക്ക്, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് 20 മാർക്ക്, റിസർച്ച് മെത്തഡോളജി ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് 20 മാർക്ക്, GK കറണ്ട് അഫയേഴ്സ് റിനൈൻസൻസ് 10 മാർക്ക്, കോൺസ്റ്റിറ്റ്യൂഷനും സോഷ്യൽ വെൽഫെയറും കൂടി 10 മാർക്ക്. ഇങ്ങനെ 100 മാർക്കിലാണ് വരുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഒരു ടോട്ടൽ പ്ലാൻ. നമ്മൾ എടുക്കുന്ന ടോട്ടൽ പ്ലാൻ എങ്ങനെയാണ്? അവിടെ നമ്മൾ ആദ്യം സിലബസ് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യും. സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദി PYQ ആയിരിക്കും. PYQ ബേസ് മാത്രമേ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാറുള്ളൂ. വെറുതെ സിലബസ് ഫാക്ട്സ് എടുത്ത് പോവുകയല്ല. സിലബസ് PYQ ബേസിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI പറയുന്നു അല്ലെ, അല്ലെങ്കിൽ RBI പറയുമ്പോൾ എന്തൊക്കെ നമുക്ക് അവിടെ പറയാം? RBIയുടെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള പോളിസി പറയാം, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള പോളിസികൾ പറയാം, ശരിയല്ലേ? RBIയുടെ ഏതൊക്കെ കൺട്രോൾ മെക്കാനിസം ഉണ്ട് അതെല്ലാം പറയാം. RBIയുടെ റെഗുലേറ്ററി ഫങ്ഷൻസുകൾ മൊത്തം നമുക്ക് പറയാൻ പറ്റും. RBI നബാർഡ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയാൻ പറ്റും. RBIയുടെ ഹിസ്റ്ററി നമുക്ക് പറയാൻ പറ്റും അല്ലെ. RBIയുടെ സബ്സിഡറി ഏതൊക്കെയാണോ അത് പറയാൻ പറ്റും അല്ലെ. യെസ്, RBIയുടെ റെഗുലേഷൻ, RBI ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന വേറെ ഏത് ഏജൻസികൾ ഉണ്ടോ അത് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ വളരെ ഫാക്ട്സ് ഓറിയന്റഡ് ആയിട്ട് മാത്രമേ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അതായത് നമ്മൾ RBI പറ്റി പറയുന്ന എല്ലാം എന്തായിരിക്കും? PYQ ആയിരിക്കും. ആ രീതിയിൽ വേണം നമ്മളവിടെ പഠിച്ചു പോകാൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ നേരത്തെ തുടങ്ങുക. വെറുതെ നേരത്തെ തുടങ്ങിയിട്ട് കാര്യമില്ല. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങണം അല്ലെ. അവിടെ കൃത്യമായിട്ട് നമ്മൾ റീഡ് ചെയ്യണം സിലബസ് അല്ലെ. എങ്ങനെയാണ് റീഡ് ചെയ്യണത്? വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം പഠിക്കാൻ. ആ പഠിക്കുന്ന കാര്യം ഈ റീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ PYQന്റെ ബേസിൽ വേണം നിങ്ങൾ സിലബസ് പഠിക്കാൻ. വെറുതെ ആഴത്തിൽ പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. PYQന്റെ അടിസ്ഥാനത്തിൽ വേണം പഠിക്കാൻ അല്ലെ. അത് കൃത്യമായിട്ട് റിവിഷൻ കൊടുക്കണം. അത് കൃത്യമായിട്ടുള്ള റീകോൾ ചെയ്യാനുള്ള മെക്കാനിസം, അതായത് മോക്ക് ടെസ്റ്റുകൾ അവിടെ ഉണ്ട്. ഓക്കെ, മോക്ക് ടെസ്റ്റിനകത്തും വീണ്ടും PYQ ഡിസ്കഷൻസ് വരും. നമ്മുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്താലും പിറ്റേ ദിവസം അതിന്റെ അനാലിസിസ് ഉണ്ടാവും. ക്ലിയർ ആയോ? എപ്പോഴും എന്താണോ നിങ്ങളുടെ സ്ട്രെങ്ത്, എന്താണോ വീക്ക്നെസ്, എന്താണോ നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ആ അനാലിസിസ് കൃത്യമായിട്ട് കൊടുത്ത് മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മിസ്റ്റേക്കുകൾ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പരിഹരിക്കാൻ സാധിക്കും. ക്ലിയർ ആയോ? ഏറ്റവും നിങ്ങളുടെ മിസ്റ്റേക്കുകളെല്ലാം നിങ്ങൾക്ക് എന്താ പോസിറ്റീവ് ആക്കി തന്നെ കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ നെക്സ്റ്റ് വീക്ക് തന്നെ നമ്മൾ അവിടെ നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് NVT കൊമേഴ്സ്. അപ്പൊ അതിന്റെ ഭാഗത്തുനിന്ന് അപ്പൊ നമ്മൾ എന്താണെന്ന് പറയുക, നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യും? നമ്മുടെ കുട്ടികൾ സ്വാഭാവികമായിട്ടും ഈ സിലബസ് 99.99% നമ്മൾ 100% അവകാശപ്പെടുന്നില്ല അല്ലെ. ഏകദേശം ഓൾ ഇൻ ഓൾ മൊത്തം എന്ത് ചെയ്യും? കംപ്ലീറ്റ് ചെയ്തിരിക്കും. പ്ലസ് നമുക്ക് ആ കുട്ടികൾക്ക് പിന്നെ എന്തായിരിക്കും? ഈ പറയുന്ന PYQ ബേസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും അതിന്റെ അനാലിസിസും ആയിരിക്കും ഈ കുട്ടികൾക്ക് പോകുന്നത്. അപ്പൊ അത്രയും ഗ്രാഫിലുള്ള കുട്ടികളായിരിക്കും എന്താണ് എക്സാം എഴുതാൻ പോകുന്നത്, കോമ്പറ്റീറ്റീവ് ആയിട്ട് പോകുന്നത് എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത്. മനസ്സിലാണ്ടോ? നിങ്ങൾക്കറിയാം അക്കാദമിക് ആയിട്ടുള്ള ഏറ്റവും വലിയ കോമ്പറ്റീറ്റീവ് എക്സാം എന്ന് പറയുന്നത് UGC നെറ്റ് എക്സാം ആണ്. നമ്മൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാൻ നമുക്ക് സാധിക്കും. അത്രയും അധികം കുട്ടികൾ ഒരു വർഷം നെറ്റായിട്ടും JRF ആയിട്ടും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് പാസ് ഔട്ട് ആയി പോകുന്നത്. അപ്പൊ അത്രയും നല്ല ഒരു ഹയർ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിൽ അത്രയും നല്ലൊരു ട്രാക്ക് റെക്കോർഡ് നമുക്കുണ്ട്. അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ പ്രയോജനപ്പെടുത്താൻ പറ്റും. ഞാൻ അടങ്ങുന്ന നമ്മുടെ ഒരു വലിയ ഒരു നല്ലൊരു ഫാക്കൽറ്റി ടീം അവിടെ ഉണ്ട്. അതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പക്ഷെ കൃത്യമായി പഠിക്കണം എന്ന് ഉറച്ച വിശ്വാസമുള്ള, ഈ ജോലി എന്ന് മേടിക്കണം എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുള്ള, ഒരു സമയം പോലും ഞാൻ എന്താണ് എന്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറി നിൽക്കില്ല, കൃത്യമായിട്ട് ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാവുന്ന എല്ലാവർക്കും സ്വാഭാവികമായിട്ടും ഈ ജോലി മേടിച്ചെടുക്കാൻ പറ്റും. പക്ഷെ നമുക്കൊരു മനസ്സാണ് വേണ്ടത്. ആ മനസ്സ് എത്രയും പെട്ടെന്ന് ഉണ്ടാകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കേട്ടോ. വെറുതെ ഒരു ക്യൂരിയോസിറ്റിക്ക് ഒരു വെബിനാർ നടക്കുന്നു, കയറുന്നു, നോക്കുന്നു, പോകുന്നു, അതൊന്നും അല്ല നോക്കേണ്ടത്. വളരെ കാര്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത ജോലി നിങ്ങൾക്കുള്ളതാണ് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പറയാനുള്ളത്. ഇത്രയും നേരം ഈ വെബിനാറിന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും നേരം ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത എല്ലാവർക്കും IPLSന്റെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുന്നു.